തോൽ കഷ്ണത്തിൽ ഒരേ കരാർ പകർത്തി എഴുതി. അതിന്റെ അടിയിൽ രാജാവും മന്ത്രിയും ഒപ്പിട്ട് പരസ്പരം കൈമാറി. ആ കരാർ രാജസദസ്സിൽ വായിക്കപ്പെടുക തന്നെ ചെയ്തു. മലർക്കൊടിയ പൂവിയെ ഇണയതുമാക്കിടാനായി ഇണയവർ മാതാ പിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. മലർക്കൊടിയ പൂവിയെ ഇണയതുമാക്കിടാനായി ഇണയവർ മാതാ പിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. என்னை പിതാമാതാവും കബറകമത പൂകി. പിന്നെ ഫനയതിലായി മാലും മുതലാകയ നേരം അവരും വഴുതയിൽ നിന്നാകെ തെറ്റിടുന്നൊരു ഖേദം. മലർക്കൊടിയ പൂവിയെ ഇണയതുമാക്കിടാനായി ഇണയവർ മാതാ പിതാ പറയുകയായി. പിന്നെ അവയിലച്ചാരം വെച്ച് കഴിയുകയായി. കരാർ എഴുതി വായിച്ചു. രാജാവും മന്ത്രി പരസ്പരം എഴുതുന്ന കരാർ. അവരുടെ മക്കളായ അബ്ദുള്ളയും ഉമ്മയും പ്രായപൂർത്തി എത്തിക്കഴിഞ്ഞാൽ ചെറുപ്പത്തിൽ ഒന്നിച്ച് നടക്കുന്ന പോലെ പരസ്പരം കല്യാണം കഴിച്ച് മംഗലം കഴിച്ച് ഒന്നിച്ച് ജീവിക്കാൻ അവരുടെ പിതാക്കന്മാർ എഴുതുന്ന കരാർ പത്രം, സമ്മതപത്രം. കരാർ രണ്ടുപേരും പരസ്പരം കൈമാറി. എന്നാൽ നിനക്ക് കേൾക്കണോ മറേ, 3 മാസം പൂർത്തിയാക്കുന്നതിന്റെ മുമ്പ് എന്റെ പ്രിയപ്പെട്ട പിതാവ് ഷേറ എന്ന മന്ത്രി ഈ ലോകം വിട്ടുവിട പറഞ്ഞു. മന്ത്രി മരിച്ചുപോയി. ഷേറ എന്ന മന്ത്രി മരിച്ചപ്പോൾ പുതിയ മന്ത്രിയും അവന്റെ കുടുംബവും കൊട്ടാരത്തിലെത്തി. അതോടെ പഴയ മന്ത്രിയുടെ ഭാര്യയും മകനും അവഗണനയുടെ അവതാളത്തിലേക്ക് എത്തി. ആത്മാഭിമാനം ഒരുത്തന്റെ മുന്നിലും പണയം വെക്കാൻ ആഗ്രഹിക്കാത്ത എന്റെ പ്രിയപ്പെട്ട മാതാവ് എന്റെ കയ്യും പിടിച്ചിട്ട് ഒരു രാത്രി കൊട്ടാരം വിട്ടിറങ്ങി. ദീർഘമായ യാത്രക്കൊടുവിൽ ഞങ്ങൾ എത്തിയത് സിറിയയിലാണ്, ഷാമില്. നാട്ടുകാർ നല്ല മനുഷ്യന്മാര്. അവർ ഞങ്ങൾക്കൊരു വീട് വെക്കാൻ സ്ഥലം നൽകി. ഞങ്ങൾ അവിടെ ഒരു ചെറ്റ പുരണ്ടാക്കി. ആ പുരക്കകത്ത് ഞങ്ങൾ ജീവിച്ചു, ഞാനും എന്റെ ഉമ്മയും. കൊച്ചുകുട്ടിയായി എന്നെ പോറ്റി വളർത്താൻ എന്റെ മാതാവ് അയൽപക്കത്തെ വീടുകളിൽ ജോലിക്ക് പോയി. കിട്ടുന്ന കാശ് കൊണ്ട് എന്നെ പോറ്റി വളർത്തി. എനിക്ക് കൈക്കരുത്തുണ്ടാക്കുന്നവരെ, എനിക്ക് കൈക്കരുത്തും മൈക്കരുത്തുമായപ്പോ ഞാൻ എന്റെ മാതാവിനെ വീട്ടിലിരുത്തി. ഞാൻ അധ്വാനിക്കാൻ ഇറങ്ങി. എന്റെ അധ്വാനം അറിയണം നിനക്ക്, എന്റെ പണി അറിയണം നിനക്ക്. ഒരു കാലഘട്ടത്തിലെ സ്വേച്ഛാധിപത്യ രാഷ്ട്രമായ റോമിലെ ചക്രവർത്തിയുടെ പ്രധാനമന്ത്രി ഷേറയുടെ മന്ത്രിയുടെ മോനായ എന്റെ ഇന്നത്തെ പണി അറിയണോ? സിറിയൻ മാർക്കറ്റിലെ, സിറിയയുടെ കവലകളിലെ, സിറിയൻ ചന്തകളിലെ, ലോകത്തിന്റെ ഏത് ഭാഗത്ത് നിന്ന് കൊണ്ടുവരുന്ന കാഫില കൂട്ടങ്ങളിലെ ചരക്കിറക്കുക, അവർക്ക് ചരക്ക് കയറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ സിറിയൻ മാർക്കറ്റിലെ ഒരു കൂലിത്തൊഴിലാളിയാ ഞാൻ. അതിനിടയിൽ എന്റെ ഉമ്മയും മരിച്ചുപോയി മറേ എന്ന് പറഞ്ഞ ഉമർ ഖത്താബ് ഒറ്റയടിക്ക് പറഞ്ഞു, എന്നിട്ടാ പെണ്ണെ കാണാൻ പോകാം, വീട്ടേക്കടോ, നമുക്ക് വേറെ നോക്കാം. അല്ല പിന്നെ ഇത് നാട്ടിൽ കിട്ടാത്ത സാധന പെണ്ണ് ഇഷ്ടം പോലെ ഉണ്ട്, ഇത് തന്നെ ഇങ്ങനെ നോക്കൊന്നും വേണ്ട. മംഗലം കഴിക്കാൻ എത്ര പെൺപിള്ളേരുണ്ട്. ഒരു ബ്രോക്കർ ഒരുത്തനോട് ചോദിച്ചോ മംഗലം കഴിച്ചോടാ, ഇല്ല +2 ഉണ്ട്, +2 വേണാ. ഇവൻ വിചാരിച്ചു +2 പഠിക്കുന്ന പെണ്ണായിരിക്കും. ആ നടക്കുന്നത് മംഗലെല്ലാം കഴിച്ച് നോക്കുമ്പോ മനസ്സിലായേ ഓക്ക് 2 മക്കളുണ്ട്. ബ്രോക്കറോട് ഇവൻ ചോദിച്ചു നീലാണ് പറഞ്ഞ് +2 ആണ്. ആ +2 ഓളും +2 2 പിള്ളേരും. ഇതാണ് ബ്രോക്കർ മസല. നോക്കിയിട്ട് മംഗലം കഴിച്ചാൽ മതി. ബ്രോക്കർമാർ ഈ ഭാഗത്തുള്ള ബ്രോക്കർമാർ നല്ലതാണ്. ഇതെല്ലാം ഞങ്ങളുടെ തൽക്കാലം സമാധാനത്തിന്. അപ്പോ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു വിട്ടേക്കണം, നമുക്ക് വേറെ നോക്കാം. അപ്പൊ ഇയാള് പറഞ്ഞു, നീ വിചാരിച്ചോ ഞാൻ പെണ്ണെ കാണാൻ പോണ പോക്കാണ്? ഞാൻ അതിനു വേണ്ടി പോണതല്ല ഉമറേ. പിന്നെയോ ഞാനൊരു വിവരം അറിഞ്ഞിട്ട് പോണതാ. വിവരം അറിഞ്ഞിട്ട് പോണതാ. ഇന്ന് രാവിലെ റോമിൽ നിന്ന് സിറിയൻ മാർക്കറ്റിൽ ഒരു കാഫില കൂട്ടം വന്ന് നിന്നു. കാഫില വന്ന് ഞാനറിഞ്ഞിന്ന് കാര്യമറിഞ്ഞീ നേരമീ. റോമിലായിന്ന് മംഗല്യമെന്ന് മണവാട്ടി രാജകുമാരിയ. ഉമൈമാ 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 ഉമൈമാ. കാഫില വന്ന് ഞാനറിഞ്ഞിന്ന് കാര്യമറിഞ്ഞി
നേരമിൽ റോമിലായിന്ന് മംഗല്യമിന്ന് മണവാട്ടി രാജകുമാരിയ ഉമൈമാ 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 ഉമൈമാ. ഇന്ന് രാവിലെ റോമിൽ നിന്ന് ഒരു കച്ചവട സംഘം സിറിയൻ മാർക്കറ്റിൽ വന്നു. എനിക്ക് നല്ല പരിചയമുള്ള ഒരു ടീമായിരുന്നു അത്. സാധാരണ അവർ വന്നാൽ അവരുടെ ചരക്കുകൾ ഇറക്കുന്ന പണി എനിക്കാണ്. ഇന്ന് പതിവ് പോലെ ഞാൻ ചരക്കിറക്കാൻ വേണ്ടി പോയി. അവരുടെ ചാക്കുകൾ ഞാൻ ഒന്നൊന്നായി എടുത്ത് ഒരു കടയിൽ കൊണ്ടുപോയി വെക്കാം. ഞാൻ ഇറക്കി 1-2 ചാക്കുകൾ ഇറക്കി വെച്ചു. പിന്നെ ഒരു ചാക്ക് കെട്ടുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുമ്പോ ആ കാഫില കൂട്ടങ്ങളിൽ വന്ന ഒരുത്തൻ എന്നോട് പറഞ്ഞു, അബ്ദുള്ളോ ഓ വളരെ പെട്ടെന്ന് ഇറക്കണമെന്ന്, വളരെ സ്പീഡിൽ ഇറക്കുക. ഞാൻ പറഞ്ഞു, എന്തേനെ ഇത്ര സ്പീഡ്? സാധാരണ ഇറക്കണ സ്പീഡാണല്ലോ ഇത്. അല്ല അബ്ദുള്ള, സാധാരണത്തെ പോലെ അല്ലെന്ന്. സാധാരണ വന്നാൽ 2 ദിവസം ഇവിടെ നിന്ന് പുതിയ ചരക്കൊക്കെ കയറി പോണ ടീമാ ഞങ്ങള്. പക്ഷെ ഇന്നങ്ങനെയല്ല, ഞങ്ങൾക്ക് ഇന്ന് തന്നെ തിരിച്ചു പോകണം. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് രാവിലെ തന്നെ ഞങ്ങൾ ഇവിടെ എത്തിയത്. ഇന്ന് തന്നെ തിരിച്ചു പോകണം. രാത്രിയാകുമ്പോഴേക്ക് ഞങ്ങൾക്ക് നാട്ടിലെത്തണം. എന്താ കാര്യം എന്ന് വെച്ചു, അത് ഞങ്ങളുടെ നാട്ടിൽ ഒരു മംഗലം നടക്കാൻ പോകണം, ഒരു കല്യാണം. അബ്ദുള്ള വെച്ച് നിങ്ങളുടെ ബന്ധുക്കളുടേതാണോ? ഞങ്ങളുടെ ബന്ധുക്കളുടെ ഒന്നുമല്ല. പിന്നെ ഞങ്ങളുടെ രാജ്യത്തെ രാജാവിന് സുന്ദരിയായ ഒരു പെൺകുട്ടിയാണ്, ഉമൈമ എന്നാ പേര്. ഇന്ന് രാത്രി അവളുടെ കല്യാണമാണ്. ഉമൈമാന്റെ കല്യാണമാണ് ഇന്ന് രാത്രി എന്ന് പറഞ്ഞപ്പോ എന്റെ തലയിലേടി നേരമിൽ കൽബും തകർന്നി ക്രോധം പിടിച്ചു ഞാനോടിയേ. അതിനാലെനിക്ക് അസറിന് മുന്നേ അവിടമിൽ പോകണം വേഗമേ. പ്രിയ സഖിയെ കൊണ്ടുവരാനായി ഞാൻ ഇന്ന് കോടയും കേറിയേ. പ്രിയ സഖിയെ കൊണ്ടുവരാനായി ഞാൻ ഇന്ന് കോടയെ തലയിൽ നടത്താ ഓടി വന്ന് അബ്ദുള്ള പറ്റിയടാ, നീ ഇറക്കം പോലെ ഇറക്കിയാ മതി. അബ്ദുള്ള പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റൂല, നിങ്ങൾ വേറെ ആളെ നോക്ക്. അല്ല അബ്ദുള്ള നീ മതി, എനിക്ക് പറ്റൂല, നിങ്ങൾ വേറെ ആളെ നോക്ക്. അല്ല അബ്ദുള്ള നീ ഇറക്ക്. ദേഷ്യം പിടിച്ച് അബ്ദുള്ള പറഞ്ഞവരോട് പറഞ്ഞു, ഇനി ഉപ്പാനോട് ഇറക്കാൻ പറ. മനുഷ്യനോട് പീരാന്തായിട്ടാണ് നടക്കുന്നത്. എന്നാലും ചരക്കിറക്കാണ്. ഞാൻ അവനെ തള്ളി മാറ്റി എൻ്റെ വീട്ടിലേക്ക് പോയി, എൻ്റെ പുരയിലേക്ക് പോയി. കിടന്നിട്ട് കിടത്തം കിട്ടുന്നില്ല. കിടക്കുമ്പോൾ തോന്നുന്നു നടക്കണോ, നടക്കുമ്പോൾ തോന്നി കിടക്കണോ. ഈ കോലത്തിൽ ഞാൻ വല്ലാത്തൊരവസ്ഥയിലായി. അപ്പോഴാണ് ചുമരിൽ തൂക്കിയിട്ട് എൻ്റെ വാള് ഞാൻ കണ്ടത്. ഞാൻ ആ വാള് തേച്ചു മിനിക്ക് മൂർച്ച കൂട്ടിയിട്ട് ഉറയിൽ എടുത്തു വെച്ചിട്ടാ പോണം. നീ ചോദിച്ചില്ല എന്താ ഇത്ര സ്പീഡ്? രാത്രിയാ വേണ്ട മംഗലം, വൈകുന്നേരം എനിക്ക് അവിടെ എത്തണം. ആ മംഗലപ്പന്തലിലേക്ക് കയറിപ്പോകുന്ന വഴിക്ക് ഞാൻ നിൽക്കും. എന്നിട്ട് മംഗലപ്പന്തലിലേക്ക് കയറിപ്പോണോന്റെ തല ഞാൻ കൊത്തും. എന്നിട്ട് ഇന്ന് അവരുടെ കൊട്ടാരമുറ്റത്ത് ചോര പുരണ്ട മനുഷ്യ ബന്ധങ്ങളെ ഞാൻ തൂക്കിയിടും. അതിനാ പോണത്. സംഗതി മനസ്സിലായില്ലേ? അതുകൊണ്ട് നീ അവിടെ പോയിക്ക്, അടുത്ത ആളെ പിടിക്ക്, ഞാൻ വരുന്നത്. അപ്പൊ മർഹത്ത പറഞ്ഞ് നിക്ക് ഒരു കാര്യം കൂടി. അപ്പൊ നീ പോയാൽ മിക്കവാറും അടിയുണ്ടാകാൻ സാധ്യത ഉണ്ടല്ലേ? ഉണ്ട്. എന്തേ? എന്നാല് പിന്നെ കുറെ കാലായി ഞാനും വരാം. എന്തിന്? എടാ ഞാൻ അതിന്റെ കുഞ്ഞെ കൂടെ വരാൻ. അടി നിന്നാരിയെ തേടിപ്പോകാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നീയും വന്നാൽ പാടേ അനർത്ഥങ്ങൾ വന്നു ചേരും. റൂമിൽ നിന്നാരിയെ തേടിപ്പോകാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നീയും വന്നാൽ പാടേ അനർത്ഥങ്ങൾ വന്നു ചേരും. കൂടെ പൊരുതാനുമായി ഞാനുമേ, കൂട്ടത്തിൽ കൂടി വരാം താനുമേ. കൂടെ പൊരുതാനുമായി ഞാനുമേ, കൂട്ടത്തിൽ കൂടി വരാം താനുമേ. വന്നാൽ ഭവിഷ്യത്താതേറിടുമേ, അതിനാൽ നീ പോരേണ്ട പൊന്നുമറേ. റൂമിൽ നിന്നാരിയെ തേടിപ്പോകാൻ ഞാനും വരട്ടെയോ നിന്റെ കൂടെ. പാടില്ല പാടില്ല നീയും വന്നാൽ പാടേ അനർത്ഥങ്ങൾ വന്നു ചേരും. പറഞ്ഞു, ഞാൻ നിന്റെ കൂടെ വരാം. അവൻ ചോദിച്ചു, എന്തിനെന്നോ? എടാ ഏതായാലും അടിയും പിടിയിലുണ്ടാവും. ഞാൻ അതിലെ സ്പെഷ്യലിസ്റ്റ് സാധന, ഞാൻ അടിച്ച് ഫിനിഷാക്കി തരടാ. നീ പറ്റൊക്കെ പെണ്ണെങ്ങോട്ട് കൊണ്ടുവന്നോളൂ എനിക്ക്, എന്നാ പ്രശ്നം തരൂലേ? ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ശഖറ പറഞ്ഞു, നീ പറയുന്നത് ശരിയാ,
പക്ഷെ എന്നെ കൊണ്ടുപോകണമെന്നുള്ള താല്പര്യം എനിക്കുണ്ട്. പക്ഷെ എന്ത് പറയാനോ പറയാം, നിന്റെ ആലാക്കിന്റെ കുതിരപ്പുറത്ത് പോയാൽ ഇന്ന് വൈകുന്നേരം പോയിട്ട് നാളെ മഗ്‌രിബിന് നടത്തൂല. അതുകൊണ്ട് നീ വരണ്ട. മൃഗത്താ പറഞ്ഞാൽ നീ വെറുതെ പറയരുത്. നേരത്തെ നീ ആദ്യം വിട്ട് ഞാൻ ബാക്കിൽ വിട്ടിട്ടാ തോറ്റത്. നമുക്ക് ഒരുമിച്ച് വിട്ടാലോ, ഒന്നിച്ചു പോവാലോ. അപ്പൊ അയാൾ പറഞ്ഞു, ഒരുമിച്ച് വിട്ടിട്ടും തോറ്റാലോ? അങ്ങനൊന്നും ഉണ്ടാവില്ലാന്നേ. ഒരുമിച്ച് വിട്ടിട്ടും തോറ്റാൽ നീ ബാക്കെന്ന് വിളിക്കാൻ പാടില്ല. അപ്പൊ റളിയല്ലാഹു പറഞ്ഞു, രണ്ടൂട്ടം വിളിക്കൂലാണ്. രണ്ടൂട്ടം വിളിക്കൂല എന്ന് പറഞ്ഞ അർത്ഥം എന്താ? ഒരു വിളി പറഞ്ഞിട്ടുണ്ട്, അത് ഉറപ്പ്. എന്നാ കയറി വാ വിടാന്നുള്ളു. ഇനി അധികം താമസിക്കണ്ടാവും. അവൻ അവന്റെ കുതിരപ്പുറത്ത്, ഞാൻ എന്റെ കുതിരപ്പുറത്ത്. ഒന്നിച്ച് വിട്ടെന്റെ റസൂലേ, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫയോട് സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ഒന്നിച്ചങ്ങോട്ട് വിട്ടു. ഒന്നിച്ച് വിട്ട് ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഒരേ സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഞാൻ അവനോട് പറഞ്ഞു, അബ്ദുള്ള കണ്ടില്ലടാ, നേരത്തെ നീ ആദ്യം വിട്ടിട്ടാ ഞാൻ തോറ്റത്, ഇപ്പൊ കണ്ട ഒരേ സ്പീഡാണ്. അപ്പൊ അവൻ പറഞ്ഞു, ഈ സ്പീഡ് പോയാൽ നമ്മൾ ഉദ്ദേശിച്ച സമയത്ത് അവിടെ എത്തൂല. അതുകൊണ്ട് പിന്നെ നമുക്ക് കുറച്ച് സ്പീഡ് കൂട്ടിയാലോ? ഞാൻ പറഞ്ഞു, നീ കൂട്ടിക്കോ, ഞാനും കൂട്ടാം. എന്നിട്ട് ഉമർത്താവ് പറയാണ്, അവൻ കൂട്ടി റസൂലേ, അവന്റെ കുതിരക്ക് സ്പീഡ് കൂടി റസൂലേ. ഞാൻ കൂട്ടി റസൂലേ, ഉള്ളത് കുറഞ്ഞ റസൂലേ. സത്യത്തിൽ വീണ്ടും അവൻ എന്റെ കണ്ണെന്ന് മറയാൻ പോവാ. എന്റെ കണ്ണെന്ന് അവൻ വീണ്ടും മറഞ്ഞു പോയി. അപ്പൊ ഞാൻ അവനെ വിളിച്ചു, അബ്ദുള്ള ഒന്ന് നിക്കണോ? അപ്പൊ അബ്ദുള്ള പറഞ്ഞു, നീ പോ ഉമറേ, എന്നോട് വിളിക്കരുതെന്ന് പറഞ്ഞിട്ടില്ലേ? അപ്പൊ ഉമർത്താവ് പറഞ്ഞു, അവിടെ ഒരു സ്വകാര്യം പറയാനുണ്ട്, കേട്ടിട്ട് പോയിക്കോ. ഞാൻ സ്വകാര്യം പറയാനുള്ളത് പറഞ്ഞപ്പോ അവൻ കുതിരയെ പിടിച്ച് നിർത്തി. ഞാൻ അടുത്തെത്തിയപ്പോ അവൻ എന്നോട് ചോദിച്ചു, എന്താ നിനക്ക് എന്നോട് പറയാനുള്ള സ്വകാര്യം? ഞാൻ അവനോട് പറഞ്ഞു, ഞാനും വരുന്നു, വേറെ ആരോടും പറയണ്ട. അപ്പൊ അവൻ എന്നോട് പറഞ്ഞു, നീ ഒരു സംഭവ, നീ ഒരു മനുഷ്യനല്ലെങ്കിൽ സംഭവം. എന്നെ കൊണ്ടുപോകാൻ വെച്ചാൽ ഞാൻ തീരുമാനിച്ചു. അതിലൊരു കാര്യം, കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുന്നു. ഞാൻ എന്റെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങുമ്പോ അവൻ അവന്റെ കുതിരപ്പുറത്തുനിന്ന് ഇറങ്ങി. അപ്പൊ ഞാൻ കണക്കൂട്ടി കുതിര ഒഴിവാക്കിയിട്ട് നമ്മളെ രണ്ടാളും കൂടി ഓട്ടാണ്. അങ്ങനെ ഞാൻ ഒരു കൈ നോക്കാൻ ഞാൻ തീരുമാനിച്ചു. ഞാൻ പറഞ്ഞു, കുതിരയില്ലാണ്ട് നമ്മൾ നോക്കണോ? അതെല്ലാം പറയാം, നീ എന്റെ കുതിരപ്പുറത്തിരിക്കും, ഞാൻ നിന്റെ കുതിരപ്പുറത്തിരിക്കാറുണ്ട്. അപ്പൊ മൃഗത്താ പറയാം, എനിക്ക് ഭയങ്കര സന്തോഷമായി എന്റെ റസൂലേ. കാരണം എന്റെ കുതിരനെ എനിക്കറിയാം, ഓന്റെ കുതിരനെ ഇപ്പം ഞാൻ മനസ്സിലാക്കി. അതൊരു വല്ലാത്ത കുതിരയാണ്, സ്പീഡിലുള്ള കുതിര. അതിന്റെ പുറത്ത് ഞാൻ കയറിയിരുന്നാൽ ഞാൻ ജയിക്കും, എന്റെ കുതിരപ്പുറത്ത് ഇവൻ കയറിയിരുന്ന ഇവൻ തോക്കും, അത് ഉറപ്പ്. എന്നിട്ട് തോറ്റിട്ട് ഇവൻ ബാക്കെന്ന് വിളിക്കും, നിക്കടാ ഞാൻ എനിക്ക് കാണിച്ചു തരടാ, കുറെ സമയം നീ എന്നെ മറ്റേതാക്കുന്നില്ല, എനിക്ക് ഞാൻ കാണിച്ചു തരാം. ഞാൻ അവന്റെ കുതിരപ്പുറത്ത് കയറിയിരുന്നു. അതൊരു വൈബ്രേഷൻ കുതിര, ഇങ്ങനെ വലിക്കുന്നു, ഒരു വല്ലാത്ത കുതിര. അപ്പൊ ഞാൻ അവന്റെ കുതിരപ്പുറത്തിരുന്നു. പെട്ടെന്ന് അവൻ എന്റെയും അവന്റെയും കുതിരന്റെ കടിഞ്ഞാൺ ഒന്നിച്ചു കെട്ടി. എന്നിട്ട് ഒരറ്റം എന്റെ കൈ കൊണ്ട് ഇത് പിടിച്ചോന്നു, ഞാനതും പിടിച്ചിരുന്നു. പെട്ടെന്ന് അവൻ എന്റെ കുതിര മേലെ ചാടിക്കയറി, എന്റെ കുതിരപ്പുറത്ത് ചാടിക്കയറിയിട്ട് ഞാൻ പറഞ്ഞു, വിടുകല്ലേ, ഒരു സെക്കൻഡ്. പെട്ടെന്ന് അവൻ രണ്ട് വിരലുകൾ എന്റെ കുതിരയുടെ ചെവിന്റെ ഇടയിൽ ചെകിളയില് അങ്ങോട്ട് കുത്തി അങ്ങോട്ട് കയറ്റി ഒറ്റ വലിയ അങ്ങോട്ട് വലിച്ചപ്പോ എന്റെ കുതിര ഒരു ചീറലോടെ രണ്ട് കാൽ പൊക്കി അങ്ങനെ. എന്നിട്ട് കാലങ്ങ് താഴ്ത്തി അങ്ങനൊക്കെ നടത്തി അല്ലാഹു അക്ബർ എന്ന് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് കൈയ്യെട്ടുമ്പോ ഇതിന് ആന്തരികമായ അർത്ഥം കൊണ്ട് പണ്ഡിതന്മാർ പറയുന്നത്. അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയുള്ള കൈയ്യെടുത്തിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ ഇങ്ങനെ പൊക്കിയാൽ ആ പൊക്കലോടുകൂടി എന്തുണ്ടാകണം? എല്ലാം പിന്നോട്ട് പോകണം, എല്ലാം പിന്നോട്ട് പോകണം, എല്ലാം ബാക്കോട്ട് പോകണം. എല്ലാ ചിന്തകളും ദുനിയവിയായ സകലമാന ചിന്തകളും എല്ലാം പിന്നോട്ടാണ്. അല്ലാഹു അക്ബർ, അള്ളയാണ് മുന്നിൽ നിൽക്കേണ്ടവൻ, അവനാണ് വലിയവൻ. അള്ളാഹ് മുന്നിൽ നിൽക്കണം, എന്നിട്ട് ആ പടച്ചോന്റെ മുന്നിൽ നിസ്കരിക്കണം, ബാക്കിയൊക്കെ ബാക്കോട്ട് പോകണം. അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാമിൽ കൈ ഇങ്ങനെ നാട്ടാക്കണം. അപ്പൊ നമ്മളെങ്ങനെ ആക്കല്? ഇങ്ങനെയല്ല, നമ്മളിങ്ങനെ നിന്നിട്ട് അല്ലാഹു അക്ബർ, എല്ലാം ഇങ്ങ് വാ, മൊത്തം ഇങ്ങ് വന്നോട്ട്. നാട്ടുകാരും കുടുംബക്കാരും തികച്ചും ഇങ്ങോട്ട് വേണ്ട, ഭാര്യ കെട്ടിയിട്ട് പിന്നീട് നിസ്കാരം ശരിയാകുക. അങ്ങനെ കെട്ടുമ്പോൾ മൊത്തത്തിൽ കൽബിൻ്റെ അകത്തേക്ക് കച്ചവടക്കാരുടെ ഓർമ്മ വരുന്നു, അതിലെ പോയവൻ്റെ ഓർമ്മ, ഇതിലെ വന്നവൻ്റെ ഓർമ്മ, കടം തരാനുള്ള ആൾ ഓർമ്മ, ദുനിയാവിൽ എല്ലാ ഓർമ്മ ഉണ്ടാകുന്ന നിസ്കാരത്തിന് കൈയ്യട്ടിയല്ലോ. അല്ലാഹു അക്ബർ. കാരണം എന്താ അറിയോ? ഇതെല്ലാം ഭാര്യറ്റേവൻ കെട്ടുന്നു. വാ പിടിച്ചോ. കുതിര രണ്ട് കാലിങ്ങനെ പൊക്കി, രണ്ട് കാലിങ്ങനെ പൊക്കിയിട്ട് ആ കുതിര താഴേക്ക് കാല് താക്കുമ്പോ ആ കുതിരക്കുള്ള സ്വഭാവത്തിന് ഇക്കുതിരക്ക് ഒരു ബറ. അതുള്ള എന്നോട് പറഞ്ഞ വിടല്ലെന്ന് വെച്ചു. ഞാൻ പറഞ്ഞ വിടാന്ന്. ഞങ്ങളങ്ങ് വിട്ടെന്റെ റസൂലേ. ആദ്യം ഇങ്ങനെ പോകുമ്പോ എനിക്ക് നല്ല റാഹത്ത് തോന്നി, നല്ല രസമുണ്ട് അങ്ങനെ പോകാൻ. പിന്നെ 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 സ്പീഡ് കൂടാൻ തുടങ്ങി. സ്പീഡ് അങ്ങോട്ട് കൂടാൻ തുടങ്ങിയപ്പോ എനിക്ക് പേടി കൂടാൻ തുടങ്ങി. ഉക്കാള ചന്തക്കകത്ത് ഒരുപാട് കുതിര സവാരിയിൽ മത്സരിച്ചാളാ ഞാൻ. പക്ഷെ എന്റെ റസൂലെ ഇങ്ങനെ ഒരു കുതിര സവാരി ജീവിതത്തിൽ ആദ്യമാണ്. അതിവേഗം അങ്ങനെ കുതിര പോകാൻ. ഞാൻ അവനോട് പറഞ്ഞ അബ്ദുള്ള സ്പീഡ് കുറക്ക്. അബ്ദുള്ള പറഞ്ഞ സ്പീഡ് കുറച്ചാലേ ഇന്ന് വൈകുന്നേരം പാടെത്തൂല. മറത്താ പറഞ്ഞു ഇതേ സ്പീഡ് പോയാലേ ഉച്ചയാകുമ്പോഴേക്ക് പരലോകത്തെത്തു. സ്പീഡ് ഓർക്കുക. ഇപ്പൊ കുറച്ചില്ല. മൃഗത്താവ് പറയാ, ഞാൻ ഇങ്ങനെ നോക്കുമ്പോ കൊന്നും മലയും കാടുവല്ല ഇങ്ങേക്ക് വരുന്നു, മലയും കാടുവല്ല ഇങ്ങേക്ക് വരുന്നു. ബസ്സിൽ ടൗണിൽ പോയി നോക്കിയാട്ടെ, ടൗണിൽ പോകാൻ നോക്കുമ്പോ ടൗണിൽ ഇങ്ങേക്ക് പോകും.
ആ ചില പൊട്ടന്മാർ ആടെ ഇറങ്ങിയിട്ട് ഒരു ടൗൺ ഇങ്ങ് പോയിട്ടാ, എന്നിട്ട് അടുത്ത ബസ് ഇങ്ങേക്ക് കയറും. അപ്പൊ ടൗണെല്ലാം അങ്ങേക്ക് തന്നെ പോകും. ആ ഉരുണ്ടതാണ് ഭൂമി. ഉരുണ്ട ഭൂമിയിൽ നമ്മൾ സ്വയം ചലിച്ചുകൊണ്ടിരിക്കുമ്പോൾ മറ്റേത് ഇങ്ങോട്ട് ചലിക്കും. അത് ശാസ്ത്രീയ തത്വമാണ്, നമ്മളിതറിയില്ല. ചില ആള് വേഗം ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച ടൗണെല്ലാം അങ്ങേക്ക് പോയിട്ടാ അങ്ങേക്ക് കയറി. അപ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നത്, അതിവേഗം അങ്ങോട്ട് പോകുമ്പോൾ കാടും വലിയും കുന്നലിങ്ങേക്കും എനിക്ക് പേടി നല്ലെണ്ണിട്ട് കൂടിയപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ് കുറക്കാൻ. അവൻ കുറച്ചില്ല. പിന്നെ കണ്ണും കൂട്ടിയിരുന്ന ഒന്നും കാണണ്ടല്ല. നല്ല ധൈര്യം കിട്ടും, സമാധാനം കിട്ടും. കണ്ണും പൂട്ടി ഒറ്റ ഇരിപ്പ്. പിന്നെ ഞാൻ അനങ്ങിയില്ല, എണീച്ചില്ല, ഒറ്റ ഇട്ടിരുന്നു. പണ്ടൊരു ടീച്ചർ പിള്ളേർ കോപ്പി അടിക്കാൻ നോക്കിയിട്ട് വിടുന്നില്ല. ഒരു ടീച്ചർ, അസാധ്യ ടീച്ചർ, പരീക്ഷ എടുത്ത സമയമൊന്നല്ല, പിള്ളേർക്ക് ബെള് പറഞ്ഞു കൊടുക്കാം. അങ്ങനെ ഒരു തരത്തിലും ടീച്ചർ ഇങ്ങനെ ഓരോ ബെഞ്ചിന്റെ അടുക്കൂട്ട് നടക്കും. പിള്ളേർ കോപ്പി അടിക്കാൻ വെച്ചതെല്ലാം പിടിച്ച് അതിൽ പിടിക്കാൻ തുടങ്ങി. ഇത് എടുക്കാൻ കഴിയുന്നില്ല, ടീച്ചർ അലാക്കുണ്ട്. പിള്ളേർ കുടുങ്ങിങ്ങനെ നിൽക്കുമ്പോൾ ഒരു ചങ്ങായി എഴുന്നേറ്റ് ക്ലാസ്സിൽ എഴുതി ടീച്ചറെ കൊടുത്തു. ടീച്ചറെ വിളിച്ചു പറഞ്ഞു. ടീച്ചർ ഇതും വായിച്ചിട്ട് പോയിട്ട് ഒറ്റ എത്ത. പിന്നെ എണീച്ചില്ല ടീച്ചർ. പിള്ളേർ സുഖമായിട്ട് കോപ്പി അടിച്ചിട്ട് ഇറങ്ങിപ്പോയി. ഇവനോട് എല്ലാവരും ചോദിച്ചു, നീ എന്നാടെ ടീച്ചർക്ക് എഴുതി കൊടുത്തിന് ഒറ്റ ഇത്തേലിരുന്നിന്? ഞാൻ ടീച്ചർക്ക് എഴുതി കൊടുത്ത് നിങ്ങളെ ചുരിദാറിന്റെ ബാക്ക് മൊത്തം കയറിപ്പോയി. പിന്നെ ടീച്ചർ കസാരമെന്ന് എണീച്ചില്ല, ഒറ്റ എത്തിയത്. ഇപ്പൊ ആ ബോളും കൊണ്ട് എഴുതി കൊടുത്തേക്കല്ല മക്കളെ. ഞാൻ പറഞ്ഞാലൊന്നും പറഞ്ഞേക്കെല്ലാവരും. ഉമർ റളിയല്ലാഹു അൻഹു ഒരൊറ്റ ഇരിപ്പാട്ടിരുന്നു. പിന്നെ അനങ്ങിയില്ല, ഞാൻ കണ്ണുമുട്ടിയിരുന്നു. കുതിര അതിവേഗമോടി. ഒരുപാട് സമയം സഞ്ചരിച്ചതിന് ശേഷം കുതിര എവിടെയോ പോയി നിന്നു. കുതിര നിന്നെന്ന് തോന്നിയപ്പോ ഞാൻ കണ്ണുറന്ന് 4 ഭാഗം നോക്കുമ്പോൾ ഒരു തിരക്ക് പിടിച്ച അങ്ങാടിയാണ്. അങ്ങാടി തിരക്ക് പിടിച്ചതാണെങ്കിൽ കടകളൊന്നും തുറന്നിട്ടില്ല. എല്ലാ കടകളും അടച്ചു കിടക്കാം. കടകൾ പൂട്ടിക്കിടക്കുന്നു. നാട്ടുകാർ 4 വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ഇടക്കിടക്ക് ചില പെൺകുട്ടികൾ തലക്കകത്ത് കൊട്ടയും ചുമന്ന് കൊട്ടകയിൽ പൂവ് ചുമന്നിട്ട് നടന്നുകൊണ്ട് പോണ്. ഒരു കുട്ട പൂവുമെടുത്ത് തരുണികളങ്ങാടിയിലൊരുമിത്ത് ഇത് കണ്ട് ഉമറിൻ കൽവിൽ സന്തോഷം പൂത്ത്. ഉത്സാഹം പൂമുഖത്തുണ്ട്, ഉത്സവമെന്തോ നാടിതിലുണ്ട്. ഉത്തരമായി പെണ്ണു പറഞ്ഞു മത്സരമുണ്ടെന്ന്. ഒരു കൊട്ട പൂവുമെടുത്ത് തരുണികളങ്ങാടിയിലൊരുമിത്ത് ഇത് കണ്ട് ഉമറിൻ കൽവിൽ സന്തോഷം പൂത്ത്. ഉത്സാഹം പൂമുഖത്തുണ്ട്, ഉത്സവമെന്തോ നാടിതിലുണ്ട്. ഉത്തരമായി പെണ്ണു പറഞ്ഞ് മത്സരമുണ്ടെന്ന്. നല്ലൊരു മുല്ല പൂക്കൾക്കൊരുത്ത മാലയ്ക്കുണ്ട് സമ്മാനം. മുല്ലമലർ മണി ബീവിയുമൈമ നൽകും സ്വർണം സമ്മാനം. നല്ലൊരു മുല്ല പൂക്കൾക്കൊരുത്ത മാലയ്ക്കുണ്ട് സമ്മാനം. മുല്ലമലർ മണി ബീബിയുമൈമ നൽകും സ്വർണം സമ്മാനം. ഒരു കൊട്ട പൂവുമെടുത്ത് തരുണികളങ്ങാടിയിലൊരുമിത്ത് ഇത് കണ്ട് ഉമറിൻ കൽവിൽ സന്തോഷം പൂത്ത്. ഉത്സാഹം പൂമുഖത്തുണ്ട്, ഉത്സവമെന്തോ നാടിതിലുണ്ട്. ഉത്തരമായി പെണ്ണു പറഞ്ഞ് മത്സരമുണ്ടെന്ന്. പെൺകുട്ടികൾ ഇങ്ങനെ കൊട്ടക്കകത്ത് പൂക്കൾ ചുമന്നിട്ട് ഇങ്ങനെ നടന്നു പോണു. ഞാൻ അവനോട് ചോദിച്ചു, അബ്ദുള്ളോ ഇത് ഏതാണ് അങ്ങാടി? അപ്പൊ പറഞ്ഞത് റോമിന്റെ ഭാഗമാണ്, റോം പട്ടണത്തിന്റെ ഭാഗമാണ്. എത്ര പെട്ടെന്ന് എത്തിയോ? അത്ര സ്പീഡിലല്ലേ വന്നേ? കണ്ണും പൂട്ടിയിരുന്ന കാഴ്ചയാണ് ഇതാണ്. എന്നിട്ട് പറഞ്ഞു, വാ ഇറങ്ങി, ഇനി നമുക്ക് കുറച്ച് നടന്നു നോക്കാം, കാര്യങ്ങളൊക്കെ നടന്നിട്ട് നോക്കാന്ന്. ഞാൻ ഇറങ്ങി. ഞാൻ അവന്റെ കൂടെ ഇറങ്ങിയപ്പോഴാണ് ഒരു കാര്യം എനിക്ക് മനസ്സിലാക്കേണ്ടത്. നേരാമണ്ണം നിൽക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. കാരണം എന്താ അറിയോ? എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. വിശക്കുന്നതിന് ഇവിടെ എന്താ പറയാ? പൈക്കുന്നു. എനിക്ക് പൈക്കുന്നു. എനിക്ക് വല്ലാണ്ട് വിശക്കുന്നു. ഞാൻ അവനോട് ചോദിച്ചു, അബ്ദുള്ളോ നിനക്ക് വിശക്കുന്നുണ്ടോ? അബ്ദുള്ള പറഞ്ഞു, ഉണ്ടോന്നോ? അതേ ഉള്ളൂ. ഭക്ഷണം എവിടെ നിന്ന് കിട്ടാനാ? കടകളൊക്കെ പൂട്ടിക്കിടക്കല്ലേ. അപ്പൊ പറഞ്ഞു, ബേജാറാവണ്ട, നമുക്ക് ഏതെങ്കിലും പുരയെ കയറി നോക്കാന്നോ. ഞങ്ങളൊരു വീട്ടിൽ കയറി. അവിടെ കണ്ട പെണ്ണിനോട് ചോദിച്ചു, താത്താ വല്ലാണ്ട് വിശക്കുന്നു, കുറച്ച് ഭക്ഷണം തരുമോ? അത് പറഞ്ഞപ്പോ ആ പെണ്ണ് പറഞ്ഞു, ഭക്ഷണമൊന്നും ഇല്ല. ഞങ്ങൾ അവിടെ ഇറങ്ങി.
അടുത്ത പുരേ കയറി. അവിടെ നിന്ന് വെച്ചപ്പോ അവിടുത്തെ മറുപടി അത്. വേറൊരു പുരേ കയറി, ഭക്ഷണമൊന്നും ഇന്ന് ഉണ്ടാക്കിയിട്ടില്ല. അവിടുത്തെ പെണ്ണിന്റെ മറുപടി. അപ്പൊ ഇവര് പറഞ്ഞു ഇന്ന് ഉണ്ടാക്കിയാ വേണ്ട, കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയതായാലും ഇപ്പൊ അഡ്ജസ്റ്റ് ആക്കാം. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയത് ഉണ്ടായിരുന്നു, അതും തിന്നിട്ട് എന്റെ കെട്ടിയോൻ ഇപ്പം പോയി. റബ്ബേ, എന്നാ പിന്നെ ഇന്ന് ഉണ്ടാക്കിയില്ല, അടുത്ത മാസം 1-ാം തീയതി കൊടുത്ത നമുക്ക് അതും തിന്നു. ഒരു പുരയിന്ന് ഭക്ഷണം കിട്ടിയില്ല. വിശന്നിട്ട് നിൽക്കാനും പറ്റുന്നില്ല, വിശന്നിട്ട് സഹിക്കാനാവണില്ല. ആരാണ് പറയുന്നത്? ഇസ്ലാമിക റിപ്പബ്ലിക്കിന്റെ 2ാമത്തെ ഖലീഫയായി അധികാരമേറ്റെടുത്തപ്പോൾ മദീനയിൽ ഒരു ക്ഷാമം വരുന്നില്ലേ? മദീനയിൽ മഴ കിട്ടാതെ വരൻ തുടങ്ങിയില്ലേ? ചരിത്രത്തിൽ റമാദ എന്ന് പേരുള്ള ഒരു വല്ലാത്ത അവസ്ഥ ഉണ്ടായില്ലേ? മദീന കരിഞ്ഞുണങ്ങിയില്ലേ? മദീന പട്ടണത്തിൽ ദാഹജലം പോലും കിട്ടാതെ നാൽക്കാലികൾ ചത്തൊടുക്കിയില്ലേ? സഹാബത്ത് ആ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആണും പെണ്ണും വിശന്ന് പൊരിഞ്ഞ് കരഞ്ഞില്ലേ? ഭരണാധികാരിയായ ഉമർ ഫാറൂഖ് അതിന് പരിഹാരം കണ്ടെത്തേണ്ടതല്ലേ? പക്ഷേ ഇവിടെ നിന്ന് കിട്ടാനാ? ഉമർ റളിയല്ലാഹു അൻഹു മദീന പട്ടണത്തിലെ ജനങ്ങളുടെ കഷ്ടപ്പാട് കണ്ടിട്ട് നെട്ടോട്ടമോടി. അങ്ങനെ ഇസ്ലാമിക പ്രവിശ്യകളിലേക്ക് വിവരമറിയിച്ചു. ഇസ്ലാമിക പ്രവിശ്യകൾ അന്ന് ഈജിപ്ത് ഏറ്റവും വലിയ സമ്പത്തുള്ള നാടാണ്. ലോകം ചുട്ട് വരണ്ടപ്പോഴും ഈജിപ്ത് ഒരു കാലത്ത് പുഷ്പിച്ച നാടാണ്. മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കാലഘട്ടം മുതൽ. അങ്ങനെ ആ നാട്ടിൽ നിന്ന് അന്നത്തെ അവിടുത്തെ ഗവർണറായി അംർ ഇബ്നു ആസ് റളിയല്ലാഹു അൻഹു 3000-ഓളം വരുന്ന ഒട്ടകപ്പുറത്ത് ഭക്ഷണധാന്യങ്ങൾ കൊടുത്തയച്ചു മദീനയിലേക്ക്. കൂഫയിൽ നിന്ന് കൊടുത്തയച്ചു. അങ്ങനെ മദീനയിൽ സാധനത്തി. മദീനയിൽ എല്ലാ സാധനം വിതരണം നടത്താണ്. മദീനത്തിലെ പട്ടാളക്കാരും കൂടെ ഉമർ ഖത്താബിന്റെ നേതാവും സഞ്ചിയിൽ ഇങ്ങനെ ഗോതമ്പൊക്കെ വാരി നിറച്ചിട്ട് ഓരോ വീട്ടിലേക്ക് പോകും. ഓരോ വീട്ടിൽ കൊണ്ടു കൊടുക്കും. കൂട്ടത്തിൽ ആരാ പോണേ? ഇസ്ലാമിക റിപ്പബ്ലിക്കൻ നായകൻ. എന്താ കഥ? 7 ദിവസമായി പച്ചവെള്ളം രാത്രി കുടിക്കും, രാവിലെ നോമ്പ് നോക്കും. ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു വിശന്നൊറ്റ വയറുമായി മറ്റുള്ളവന്റെ വിശപ്പ് തീർക്കാൻ വേണ്ടി ഗോതമ്പത്തിന്റെ സഞ്ചിയുമായി കേറിപ്പോകുന്ന ഒരു ഭരണാധിപനെ ഇസ്ലാമിക രാഷ്ട്രത്തിലല്ലാതെ കാണില്ല കൂട്ടരെ. എല്ലാ വീടുകളിലും, മദീനയിലെ കഷ്ടപ്പെടുന്നവന്റെ മുഴുവൻ വീടുകളിലും ഈ ഭക്ഷണം എത്തിച്ചു കൊടുത്തിട്ട് തളർന്നിരുന്നു. മദീന പള്ളിയിൽ തളർന്നിരുന്നു. എന്നിട്ട് തന്റെ അടിമയെ വിളിച്ചു, അസ്ലമിയെ വിളിച്ചു. അസ്ലം ഇങ്ങോട്ട് വാ. അസ്ലം ഓടി വന്നു. എന്താ അമീറുൽ മുഅ്മിനീൻ, ഞാൻ എല്ലാ വീട്ടിലും കയറി പോകുമ്പോൾ ഒരു കാര്യം മറന്നുപോയടാ. എന്റെ വീട്ടിൽ ഞാൻ കൊടുത്തിട്ടില്ലൊന്നും. ഒന്ന് എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ എന്റെ വീട്ടിൽ കൊണ്ടെടുക്ക്, എന്റെ മക്കൾ അവളെ കാത്തിരിക്കുന്നുണ്ടാകും. അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചരിത്രം പറയുന്നുണ്ട് വേദനയോടെ. മഹാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടിമ മദീന പള്ളിയുടെ ഭാഗത്ത് കൊണ്ടുവന്ന് കൂട്ടിയ ഗോതമ്പുകളൊക്കെ എടുത്തു നോക്കി, എല്ലാം തീർന്നിരിക്കുന്നു. അവസാനം ഒരു ചാക്കിന്റെ മൂലിൽ അല്പം സാധനം ഉണ്ടായിരുന്നു. അതെടുത്തിട്ട് കൊണ്ടുപോയി അമീറുൽ മുഅ്മിനീനെ കാണിച്ചു കൊടുത്തു. ഇത് ബാക്കിയുണ്ട്, അൽഹംദുലില്ലാഹ്, അത് മതി മോനെ, അത് കൊണ്ടുകൊടുക്കുക. കുറച്ച് ഗോതമ്പുമായിട്ട് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടിമ വരികയാണ് ഉമർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക്. അബ്ദുല്ലാഹ് ഇബ്നു റളിയല്ലാഹു അൻഹു പറയുന്നു, ഞങ്ങൾ പൊരിഞ്ഞിരിക്കുകയാണ്, വയറ് വിശന്നിട്ട്. കാരണം മദീനത്തെ എല്ലാ വീടുകളിലും ഭക്ഷണം കൊടുക്കുന്നുണ്ടല്ലോ, നമ്മുടെ വീട്ടിൽ എന്തായാലും എത്തും, ആ ഉറപ്പിൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോഴാണ് അസ്ലമ കൊണ്ടുവരുന്നത് ഒരു ചാക്കിന്റെ മൂലയിൽ കുറച്ച് സാധനം. എന്റെ ഉമ്മയുടെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, എല്ലാം തീർന്നു പോയി അമീറുൽ മുഅ്മിനീൻ, നിങ്ങളെ മറന്നുപോയി എന്ന് പറഞ്ഞു. അപ്പൊ ഭാര്യ പറഞ്ഞു, അൽഹംദുലില്ലാഹ്, പടച്ചോൻ ഇതെങ്കിലും ഓർമ്മിപ്പിച്ച് കൊടുത്താൽ അത് മതി ഞങ്ങൾക്ക് എന്ന് പറഞ്ഞു. അങ്ങനെ ആ ഗോതമ്പ് കൊണ്ട് ചൂടുവെള്ളത്തിലിട്ടിട്ടൊന്ന് ചൂടാക്കിയെടുത്തു എൻ്റെ മാതാവ്. എന്നിട്ട് ഞങ്ങൾക്കൊക്കെ വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന ഞങ്ങൾക്കൊക്കെ അത് കോരിത്തന്നു. ഞങ്ങളത് ആർത്തിയോടെ കുടിച്ചു. അല്പം ഒന്ന് ബാക്കിയുണ്ടായിരുന്നു, അതെൻ്റെ ഉമ്മയും കുടിച്ചു. ഞങ്ങളിങ്ങനെ സമാധാനിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് നടന്നു വരുന്നത് ഞങ്ങളുടെ പിതാവ് അമീറുൽ മുഅ്മിനീൻ ഉമർ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. കയറി വന്നിട്ട് ചോദിച്ചു ഭാര്യയോട്, ഭക്ഷണധാന്യങ്ങൾ ഞാൻ കൊടുത്തയച്ചിരുന്നല്ലോ, കൊടുത്തയച്ചു, ഭക്ഷണം ഉണ്ടാക്കിയിട്ട് മക്കൾക്കൊക്കെ കൊടുത്തോ? എല്ലാവർക്കും കൊടുത്തല്ലോ, എന്തെങ്കിലും ബാക്കിയുണ്ടോ? ഭാര്യ ചന്തേ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞാൻ എവിടെ നിന്ന് കഴിക്കാനാ? മദീനയിലെ എല്ലാ വീടുകളിലും ഭക്ഷണം എത്തിച്ചു കൊടുക്കുമ്പോൾ നിങ്ങളെ ഞാൻ മറന്നുപോയി. പക്ഷെ ബാക്കി അള്ളാഹു കുറച്ച് നൽകിയിട്ടുണ്ടായിരുന്നു, അത് ഇങ്ങോട്ട് കൊടുത്തയച്ചത്. ഞാൻ ഒന്നും കഴിച്ചില്ല, ഭക്ഷണം ഉണ്ടോ? അപ്പോൾ പറഞ്ഞു, ഇവിടെ ഒന്നുമില്ല. മക്കൾക്കൊക്കെ കൊടുത്തപ്പോൾ കുറച്ച് ബാക്കി ഉണ്ടായിട്ടുണ്ട്, അത് ഞാൻ കഴിച്ചോളൂ. അൽഹംദുലില്ലാഹ്, നിങ്ങളെ വിഷമം പോയല്ലോ, സമാധാനമായി, ഞാൻ ഇറങ്ങട്ടെ എന്ന്. നേരെ മദീന പള്ളിയിൽ വന്ന് വീണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു, ഹഫ്സയുടെ വീട്ടിലുണ്ടാവോ? തന്റെ മകളുടെ വീട്ടില്, ഹഫ്സയുടെ വീട്ടിലേക്ക് പോവാ, ഒന്ന് പോയി നോക്കാലോ. ഹഫ്സന്റെ വീട്ടിലേക്ക് കയറിപ്പോയി. ഹഫ്സയുടെ വീട്ടിൽ കയറി പോകുമ്പോൾ ഹഫ്സ അങ്ങനെ നിൽക്കുക. എന്തേ? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മോളോട് വലൈക്കും സലാം യാ അബി, എന്തേന്ന് വെച്ചു. മോളെ, മദീനത്തെ എല്ലാ വീടുകളിലും ഭക്ഷണധാന്യങ്ങൾ ഞാൻ കൊടുത്തയച്ചു. പക്ഷെ ഞാൻ മനഃപൂർവ്വം ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിലേക്ക്, എൻ്റെ കുടുംബക്കാരുടെ വീട്ടിലേക്ക് എന്ന് പറഞ്ഞാൽ എൻ്റെ ഭാര്യ എൻ്റെ മക്കളുടെ വീടുകളിലേക്ക് ഞാൻ കുറച്ചിട്ടാണ് കൊടുത്തയച്ചത്. മറ്റുള്ളവരുടെ വീടുകളിലേക്ക് കൊടുക്കുന്ന അളവിലല്ല നിങ്ങൾക്ക് ഞാൻ എത്തിച്ചു തന്നത്. കാരണം നിങ്ങൾ അല്പം വിഷമിച്ചു പോയാൽ
എനിക്കത് പ്രശ്നമല്ല. മദീനത്തിരിക്കുന്ന മറ്റൊരാൾ വിഷമിച്ചു പോയാൽ ഞാൻ റബ്ബിനോട് മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് ഞാൻ നിനക്കൊക്കെ കുറച്ചേ അയച്ചു തന്നിട്ടുള്ളൂ, കുറച്ചേ തന്നിട്ടുള്ളൂ. അഫ്സാ ഭക്ഷണമൊക്കെ ഉണ്ടാക്കിയോ? അപ്പൊ പറഞ്ഞു ഉണ്ടാക്കിയല്ലോ പാപ്പ. കഴിച്ചോ എല്ലാരും? മക്കളൊക്കെ കഴിച്ചു. നീയോ? ഞാനും കഴിച്ചു. പിന്നെ അഫ്സ ഒന്നും പറഞ്ഞില്ല. പാപ്പാക്ക് വേണോന്നും ചോദിച്ചില്ല. ഉമർ ഖത്താബ് മകളെങ്ങനെ നോക്കി ചോദിക്കും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടാവുമല്ലോ. എന്നിട്ട് ഉമർ ഖത്താബ് പറഞ്ഞു, മോളെ നിന്റെ വിശപ്പൊക്കെ തീർന്നോ? അപ്പൊ പറഞ്ഞു, പാപ്പ കുറച്ചല്ലേ ഉണ്ടായിട്ടുള്ളൂ, മക്കളെ വിശപ്പൊക്കെ തീർന്നു, പിന്നെ ബാക്കി കുറച്ചുണ്ടായിരുന്നു, ഞാൻ കുടിച്ചു. വിശപ്പ് തീർന്നിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല, അത് തീർത്ത തന്ന കുറച്ചോനാ സ്തുതി. എന്നിട്ട് അഫ്സ ഉപ്പാന്റെ മുഖത്ത് നോക്കിയിട്ട് ചോദിച്ചു, ബാപ്പ ഒന്നും കഴിച്ചില്ലേ? ബാപ്പ ഒന്നും തിന്നില്ലേ? ബാപ്പ ഉമ്മാന്റെ അടുത്ത് പോയില്ലേ? അവിടെ ഒന്നുമില്ല മോളെ, അത് നിന്നെക്കാൾ കുറച്ചാ ഞാൻ അവിടെ കൊടുത്തത്. ബാപ്പ അപ്പൊ എന്റെ ബാപ്പ ഒന്നും തിന്നില്ലേ? സാരല്ല മോളെ, ഇനി സ്വായി ഞാൻ നോമ്പുകാരനാണ്. അത് പറഞ്ഞിട്ട് 7ാമത്തെ ദിവസം മസ്ജിദ് നബവി പോയി മലർന്നു കടന്ന ലോക ചരിത്രത്തിലെ അനർഘനായ ഒരു ഭരണാധിപനാണ് ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. സ്വർഗ്ഗലോകത്ത് ഒരുമിച്ച് കൂടാൻ അല്ലാഹു ഭാഗ്യം നൽകുമാറാകട്ടെ. ആ മഹാനായ മനുഷ്യനാ ഇപ്പൊ പറയുന്നത്, ഞാൻ ഇസ്ലാമിലേക്ക് വരുന്നതിന്റെ മുമ്പ് ഒറ്റ ദിവസം ഭക്ഷണം കഴിക്കാൻ എനിക്ക് വിശന്നിട്ട് നിൽക്കാൻ പറ്റുന്നില്ല, ഞാൻ വല്ലാണ്ട് തളർന്നു പോയി. ഞാൻ അബ്ദുള്ളയോട് ചോദിച്ചു, അബ്ദുള്ള എന്താ ചെയ്യാ? ഓരോ വീട്ടിലും ഒരു ഭക്ഷണം ചോദിച്ചു കിട്ടിയില്ല. അവസാനം ഒരു വയസ്സായ ഉമ്മ ഇങ്ങനെ ഒരു പൊരന മുറ്റത്ത് നിൽക്കുന്ന ഒരു വയസ്സായ പെണ്ണുങ്ങൾ, ഒരു ബജാജ് ഓട്ടോ പോർച്ചിൽ വെച്ച മോഡൽ. ഞാൻ വിചാരിച്ചു വയസ്സായ പെണ്ണുങ്ങളാകുമ്പോൾ എന്തെങ്കിലും കിട്ടുമോ, വല്ലാണ്ട് കയറിപ്പോയി. ഉമ്മാമാനോട് ചോദിച്ചു, ഉമ്മാമോ കുറച്ച് കഞ്ഞി തരുമോ? ഉമ്മ പറഞ്ഞു, കഞ്ഞിയില്ല കുഞ്ഞി വിട്ടോ. കുടുങ്ങി. അപ്പൊ പറഞ്ഞു, കുറച്ച് കഞ്ഞി വെച്ച് തരുമോ? കഞ്ഞി വെക്കാൻ ടൈമില്ല മക്കളെ. ആ കൊട്ടക്കകത്ത് പൂക്കൾ കണ്ടോ? ആ പൂവ് കൊണ്ട് മാലയുണ്ടാക്കണം. ഒരു വീട്ടിലും കയറിപ്പോയാൽ നിങ്ങൾക്ക് ഇന്ന് കഞ്ഞിയോ ഭക്ഷണമോ കിട്ടൂല. എല്ലാ വീട്ടിലെ പെണ്ണുങ്ങളുടെ പണിയും പൂമാലയുണ്ടാക്കല. പൂമാലയുണ്ടാക്കിയിട്ട് ഉമൈമൊക്കെ കൊണ്ട് കൊടുക്കും. ഇന്ന് രാത്രി അവളുടെ കല്യാണമാണ്. അവൾ ഏറ്റവും നല്ല മാല ധരിച്ചിട്ട് സദസ്സിലിരിക്കും. ഏറ്റവും നല്ല മാലയുണ്ടാക്കിയ ആൾക്ക് സ്വർണം സമ്മാനം കിട്ടും. അതുകൊണ്ട് ഈ നാട്ടിലെ എല്ലാ പെണ്ണുങ്ങളും പൂമാല കിട്ടുന്ന തിരക്കില്ല. ഒരു സ്ഥലത്ത് നിന്ന് ഭക്ഷണം കിട്ടൂല. എന്റെ കുട്ടിയൊക്കെ പോകാന്നോ, എന്റെ കുട്ടിക്ക് പോകാൻ. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹി ഇബ്നു സഖർ പറഞ്ഞു, ഉമ്മ മാല ഞങ്ങൾ ഉണ്ടാക്കി തരാം, നിങ്ങൾ കുറച്ച് കഞ്ഞി വെച്ച് തരുമോ? കുറച്ച് കഞ്ഞി വെച്ച് തരും. അപ്പൊ ഉമ്മാമ എന്ത് ചെയ്ത്, രണ്ടാളെ ഒരു നോട്ടം നോക്കി. ഉമർ ഖത്താബിന്റെ പഴയ കോലം, ഇപ്പുറത്തെ അബ്ദുള്ള ഒരു മെലിഞ്ഞ ചെറുപ്പക്കാരനാ. രണ്ടാളും ഇങ്ങനെ നോക്കിയിട്ട് ഉമ്മാമ മനസ്സുകൊണ്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ഇതെന്തിപ്പോ രാവും പകലുവാ? ഞാനെങ്ങാനും കഞ്ഞി ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിൽ ഞാൻ ചട്ടണിയാകാൻ സാധ്യതയുണ്ട്, അച്ചാറാവും, ഇയാളാക്കും. കഞ്ഞി ഉണ്ടാക്കലാന്നല്ലേ. ഉമർ ഖത്താബിന്റെ കോല അങ്ങനെയാ. എന്ന് അന്ന് പിന്നെയോ എന്നും ഉമർ ഖത്താബിന്റെ കോല അങ്ങനെ. ഉമർ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി പറഞ്ഞൊരിക്കല് സാസിൽ വെച്ചിട്ട് പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത്, ഈ മുൻകർ നക്കീറിനെ കുറിച്ച് പറഞ്ഞു കൊടുത്ത്, ഖബറിലെ ചോദ്യം ചെയ്യാൻ വരുന്ന മുൻകർ നക്കീറിന്റെ കോലം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തു. വല്ലാത്ത മുഖമാണ്, ഭയങ്കര മുടിയാണ്, കണ്ണ് നിങ്ങളുടെ തീപ്പാറും, കുറ്റവാളികൾക്ക് ദണ്ടുകൊണ്ട് അടി കൊടുക്കും, ഒരു വല്ലാത്ത ഘോരമായ ശബ്ദമാണ്. എല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, ആ കോലം ഇങ്ങനെ കേട്ടപ്പോൾ ഉമർ റസൂലുള്ളാഹിയോട്, യാ റസൂലല്ലാഹ് ചോദിച്ചോട്ടെ, അന്ന് ഖബറിൽ എന്റെ കോലം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചു. എന്റെ കോലം ഖബറിൽ എങ്ങനെയാണ്? മാറ്റം ഉണ്ടാകുമോ അല്ല ഇങ്ങനെ തന്നെ ഉണ്ടാകുക? നബി പറഞ്ഞു ഇങ്ങനെ തന്നെ ഉണ്ടാവുന്നു. അപ്പൊ ഉമർ ഖത്താബ് പറയാ, എന്നാ പിന്നെ ആ രണ്ടാക്ക് ഞാൻ മതി. എന്താ പറഞ്ഞേ? ആ രണ്ടുപേർക്ക് ഞാൻ മതി. എവിടെ നിന്ന് കെട്ടിക്കൂട്ടരിയാ ധൈര്യം? മുൻകർ നക്കീർ എന്ന മലക്കിനെ എതിർക്കാൻ ഞാൻ മതി യാ റസൂലല്ലാഹ് എന്ന് പറയാൻ എവിടെ നിന്ന് കിട്ടി ധൈര്യം? കൂടെ ഇരുന്ന, ഇന്ന് കൂടെ കിടക്കുന്ന പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ധൈര്യം കിട്ടി. അതാണ് ആ മനുഷ്യൻ, അതാണ് മനുഷ്യൻ. റൗള ശരീഫിൽ പോയി സലാം പറയാൻ അല്ലാഹു ഭാഗ്യം നൽകട്ടെ. അതൊരു വല്ലാത്ത സംഭവ. ഇസ്ലാമിക രാജ്യത്തിന്റെ ഖലീഫയായപ്പോ സഹാബത്ത് പേടിച്ചു പോയി. ആ ഉമർ ഖത്താബിന്റെ മുന്നിൽ വന്ന് എങ്ങനെ പരാതി പറയും? അവർ വല്ലാത്ത സങ്കടത്തിലായി. ഉമർ ഖത്താബിനെ കണ്ടാൽ തന്നെ പേടിയാ. അലി റളിയല്ലാഹു അൻഹുവിനോട് വിവരം പറഞ്ഞവര്, യാ അലിയാരെയും ഉമറിനെ കാണുമ്പോൾ പേടിയാന്ന്. ഒരു വിവരം പറയാൻ പോയാൽ എന്താ ചെയ്യാൻ തിരിയില്ല, അതുകൊണ്ട് പേടിച്ചിട്ട് നിൽക്കുന്നവർ. അലി റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഉമർ ഖത്താബിനോട് സ്വകാര്യമായിട്ട് കാര്യം പറഞ്ഞു, നാട്ടുകാർക്ക് നിങ്ങളെ കാണുമ്പോൾ പേടിയുണ്ടട്ടാ. ചുവന്ന കണ്ണായിരുന്നു, പരുക്കൻ മുഖമായിരുന്നു, തല കഷണ്ടിയായിരുന്നു, മുടി കുറഞ്ഞ കഷണ്ടി. ഇനി കഷണ്ടിക്കാരനെ നമ്മൾ ഉമർ ഖത്താബിന്റെ ആളാന്ന് ചിന്താവാന്ന് പറയണ്ട, ആ കോലത്തിൽ നടക്കേണ്ടി വരും. അപ്പൊ ആ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് കാര്യം പറഞ്ഞപ്പോൾ ഉമർ ഖത്താബ് അലി റളിയല്ലാഹുവിനോട് മറുപടി ഒന്നും പറഞ്ഞില്ല. പിറ്റേന്ന് സുബൈക്ക് നമ്മളെ നാട്ടിലെ പള്ളി പോലെയല്ല. കാരണം സുബൈക്ക് പള്ളി നിറച്ചും മനുഷ്യന്മാരുണ്ടാവും. കാരണം വേറെ ഒരു നാട് കൂടില്ല, എല്ലാവരും പോലെയുണ്ടാവും. സുബൈക്ക് പള്ളിയിൽ വരും. നമ്മളെന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തെ കുറിച്ചല്ല പറയുന്നത്, കാഞ്ഞങ്ങാണ്ട് അപ്പുറം ഞാൻ പറയുന്നത്. സുബൈക്ക് എന്താ നമ്മളെ കഥ? ആ മുക്കുർച്ചിയും മൊയിലാർച്ചിയും ഉണ്ടാവും. പിന്നെ വേറെ അയൽവക്കത്തുള്ള 2 വയസ്സന്മാരും ഉണ്ടാവും.
എല്ലാം ഓറയിപ്പിച്ചില്ല. നിങ്ങൾക്ക് പൈസ തരുന്നുണ്ട്, നിങ്ങൾക്ക് വെച്ചോളണം. നമ്മ എപ്പെങ്കിലും വന്നിട്ട് തോന്നി നിസ്കരിച്ചോളൂ. അതുകൊണ്ടാവുന്ന സുബിക്ക് പണ്ട് മുക്കച്ച മാത്രം പള്ളിയിലായി, ഉസ്താദ് ഉണ്ടായിട്ടില്ല. അന്ന് സുബിക്ക് ജമാഅത്ത് നടക്കൂലെന്ന് തോന്നി, ഒരു മനുഷ്യനും പള്ളിയിൽ വന്നില്ല. അപ്പോൾ പള്ളിൻ്റെ അടുത്ത് രാജിയാറ് പോലെ ഉണ്ട്. അജിക്ക ഇടെന്താ പറയുക, അജിച്ചാന്നാ, അയാളെ പുറക്കൊറ്റി ഇയാൾ മുട്ടി. ആചാർ എണീക്കുന്നു, എന്ത് വെച്ചു സ്വീകരിക്കണോ, ജമാഅത്തില്ല, നാട്ടുകാർ മൊത്തം കുറ്റക്കാരാവും. ആചാർ ഇങ്ങനെ പറഞ്ഞു, എന്തപ്പോൾ ഇത് വിരാന്ത, നാട്ടുകാരെ കുറ്റം മൊത്തം ഞാനാ തീർക്കണ്ട്, പള്ളിൻ്റെ അടുത്തൊന്നും പൊരയെടുക്കാൻ പാടില്ല, നിസ്കരിക്കാൻ ആളില്ലെങ്കിൽ നമ്മളെ വിളിക്കുക. ഉസ്താദ് വിളിച്ച സ്ഥിതിക്ക് പോകേണ്ടത് ഇയാൾ പോയി പള്ളിയിൽ. മുതലിനടുത്ത് ഇങ്ങനെ കയറുമ്പോൾ യാദൃശികമായി വണ്ടിയിലൊരു ചങ്ങായി വന്ന് നിസ്കരിക്കാൻ വേണ്ടിയിട്ട്. ആശിക്ക് വെച്ച് നീ നിസ്കരിക്കാൻ വന്നതാ, സ്വബി ജമാഅത്തായിട്ട്, അതെ രക്ഷപ്പെട്ടു പോയി. ഉസ്താദെ ആൾ വന്നിട്ടാ, ഞാൻ പിന്നെ അസ്സലാമു അലൈക്കും ആജിക്ക് തിരിച്ചു പോയിട്ടില്ല. ഇതാണ് ചില ആളുടെ അവസ്ഥ പറയുന്നത്. സുബഹിക്ക് പള്ളി നിറച്ചും മനുഷ്യന്മാരാണ്. ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു അവരോട് പറഞ്ഞു, വലിയ ഖവാനൊന്നിരിക്കണം, എനിക്ക് നിങ്ങളോടൊരു കാര്യം പറയാനുണ്ട്. ഞാൻ ബനൂ അദീ ഗോത്രത്തിലെ ഒരാട്ടിടയനാ. ഒരു ദിവസം മുഴുവൻ ആടിനെ മേച്ചാൽ ഒരു കാരക്കയാ എന്റെ കൂലി. എന്റെ പിതാവ് ഖത്താബ് എന്ന ചെറുപ്പത്തിൽ വല്ലാണ്ട് തല്ലുമായിരുന്നു. 3 കാര്യാ പറഞ്ഞേ. എന്താ പറഞ്ഞേ? ഞാൻ അദീ ഗോത്രത്തിലെ ഒരാട്ടിടയനാ, എന്റെ ഗോത്രം അദീയാണ്. അദീ ഗോത്രത്തിലെ ആടുകളെ മേക്കുന്ന പണിയാണ് എനിക്ക്. രാവിലെ മുതൽ വൈകുന്നേരം വരെ ആടുമേച്ചാൽ ഒരു കാരക്കയാ എനിക്ക് കൂലിയായിട്ട് കിട്ടുക. എന്റെ പിതാവ് ഖത്താബ് എന്നെ വല്ലാണ്ട് തല്ലുമായിരുന്നു. മക്കള് വെറുതെ തല്ലെന്ന ബാപ്പമാരോർത്തോ? ഉമർ റളിയല്ലാഹു അൻഹു പറയാൻ, എന്റെ പിതാവിന്റെ ചെറുപ്പത്തിൽ വെറുതെ തല്ലുന്നത് കൊണ്ട് എന്റെ പ്രകൃതി പരുക്കനായി, എന്റെ ശരീരം പരുക്കനായി, എന്റെ സംസാരം പരുക്കനായി, എന്റെ ഭാവം പരുക്കനായി. പക്ഷെ എനിക്കറിയാം അള്ളാഹു ഏറ്റവും സ്റ്റൈൽമാൻ ആയിട്ട് സുന്ദരനായിട്ടാണ് എന്നെ പഠിച്ചത്. കാരണം അള്ളാഹു പറഞ്ഞിട്ടുണ്ട്, അഹ്സനു തഖ്വീം, ഏറ്റവും സ്റ്റൈലാണ് മനുഷ്യനെ പഠിച്ചത്. അതുകൊണ്ട് ഞാൻ ഭയങ്കര സ്റ്റൈലാന്ന് എനിക്കറിയാം. നമുക്കൊക്കെ നമ്മളെ സ്റ്റൈൽ അറിഞ്ഞൂടെ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റൈൽ അറിയണമെങ്കിൽ ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. എന്താ ചെയ്യേണ്ട അറിയോ? വീട്ടിൽ ആധാർ കാർഡില്ലേ, പരിയിൽ ആധാർ കാർഡ് എടുത്ത് നോക്കിയാൽ മതി. ഞാൻ എങ്ങനെ ഇടും നമുക്ക് തിരിയും. ഞാനെടുത്ത് നോക്കിയിട്ട് എനിക്ക് ഞാനാരാൻ തിരിഞ്ഞിട്ടില്ല. ഞാനൊരു തെങ്ങുമൊക്കെ വരുന്ന പോലെ ഉണ്ട്. ഞാൻ അങ്ങനെയാണെങ്കിൽ ഇവനെങ്ങനെയായിരിക്കും പഠിച്ചോ? അങ്ങനെയാണ് കഥ. അതുകൊണ്ട് ഞാനൊരു കാര്യം ഉമറുള്ളവനോ, ഞാനൊരു കാര്യം പറയാം. ഞാൻ അമീറുൽ മുഅ്മിനീനാണ്, ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാ. ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്, അമീറുൽ മുഅ്മിനീനാണ്. അമീറുൽ മുഅ്മിനീൻ ആ പേര് ലോകത്ത് അവതരിപ്പിച്ചത് ഉമറുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്തപ്പോ അബൂബക്കർ സിദ്ദീഖിനെ നാട്ടുകാർ വിളിച്ചത് ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധീന. ഉമർ ഖത്താബ് ഭരണമേറ്റപ്പോ ജനങ്ങൾ വിളിച്ചത് ഖലീഫത്തു റസൂലില്ലാഹ്, റസൂലുള്ളാഹിന്റെ പ്രതിനിധിയുടെ പ്രതിനിധീന. ഉമർ റളിയല്ലാഹു അൻഹു രാത്രി ഇരുന്ന് ചിന്തിച്ചു, ജനങ്ങൾ ഇങ്ങനെ വിളിക്കാൻ തുടങ്ങിയാൽ എന്നെ വിളിക്കൽ ശരിയാണ്. അവിടെ നിന്ന് അങ്ങോട്ട് 10-15 ഭരണാധികാരിയായാൽ അയാളെ എങ്ങനെയാ ഇവർ വിളിക്കുക? ഖലീഫത്തു 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 ഇങ്ങനെ വിളിച്ചിട്ട് അങ്ങേക്ക് എത്തുമ്പോഴേക്കൊക്കെ ളുഹർ വാങ്ങി കൊടുക്കൂ. പിന്നെ ളുഹറിന് വിളി കൊടുക്കുമ്പോൾ അസ്ർ വാങ്ങി കൊടുക്കും. കാര്യം പറയാൻ കഴിയില്ല, ഇങ്ങ് വിളിക്കണ്ടേ? ഖലീഫത്തു ഖലീഫത്തു നിങ്ങൾ വിളിച്ചു പറഞ്ഞാൽ എത്ര വരെ വിളിക്കാം? ഒരു 100-100ാമത്തെ രാജാവാണെങ്കിൽ 100 വിളി വിളിക്കണോ? പിള്ളേർക്ക് ഒരു പാട്ടുണ്ടല്ലോ, തല കുത്തി തല കുത്തി തല കുത്തി തല കുത്തി, അവസാനം അവന്റെ പെരടി അടക്കം കുത്തി വീഴുന്നേ. ഇതുപോലെയാകൂലേ? അപ്പൊ ഉമർ റളിയല്ലാഹു അൻഹു ആണ് ജനറൽ ആയിട്ട് ഒരു പേരുണ്ട് കണ്ടുപിടിച്ചത്, അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവ്. അമീർ മുഅ്മിനീൻ പറയാൻ, ഞാൻ ഒരു കാര്യങ്ങളോട് പറയാം, നാട്ടുകാരോട് പറഞ്ഞു കൊടുക്കാം. ഇസ്ലാമിന് വിധേയമായിട്ട് നിങ്ങൾ ജീവിച്ചാൽ, നിങ്ങളുടെ പുരയിൽ വന്ന് പണിയെടുത്തിരുന്നാൽ, നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് പാദസേവ ചെയ്യും. ഇസ്ലാം എന്ന വിശുദ്ധ മതത്തിനെതിരായി നിങ്ങൾ ജീവിച്ചാൽ തല ഞാൻ കട്ടിക്കുക തന്നെ ചെയ്യും. തല കട്ടയോടാണ് മദീന പള്ളി ആവും പറഞ്ഞ ഒരറ്റ നടത്തോ പരിശുദ്ധവാനായ ഉമർ ഇബ്നു ഖത്താബ് റളിയല്ലാഹു അൻഹു. ആ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കോല അങ്ങനെയാ. അത് കണ്ടിട്ട് പെണ്ണുങ്ങൾ കഞ്ഞി വെക്കാൻ പോയി. കഞ്ഞി വെക്കുമ്പോ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞങ്ങളെ കോലായിലിരുന്ന് കുറച്ച് കഴിഞ്ഞപ്പോ എന്തോ ഒരു ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോ ഈ അബ്ദുള്ള ഈ പൂക്കൾ എടുത്ത് നിലത്ത് ഇങ്ങനെ കൊട്ടുന്നു. ഞാൻ പറഞ്ഞു, എന്തിനാടാ പാവം തള്ളേന്റെ പൂവ് കളയുന്നു, കഞ്ഞി ഉണ്ടാക്കിയിട്ട് സമയം ഉണ്ടെങ്കിൽ പാല ഉണ്ടാക്കി കൊട്ട്. അപ്പം പറഞ്ഞു, ഉമറെ മനുഷ്യന്മാരെന്ന് പറഞ്ഞാൽ പറഞ്ഞ വാക്ക് പാലിക്കണം. മാല ഉണ്ടാക്കുക കഞ്ഞി ഉണ്ടാക്കുന്ന പാവം തള്ള അങ്ങ് പോയത്. എന്നിട്ട് മാല ഉണ്ടാക്കിയവരെ നമ്മൾ മനുഷ്യന്മാരാ. ഉമറത്താ പറഞ്ഞു, ആ കൊടല് മാല കരിയുമ്പോ അതിന്റെ പൂമാല
അപ്പം പറഞ്ഞു നീ അങ്ങോട്ടേക്ക് ഞാൻ ഉണ്ടാക്കാൻ തുടങ്ങി. ഭർത്താവ് പറയാം ഞാൻ ഇടയ്ക്ക് വെറുതെ ഒന്ന് നോക്കുമ്പോൾ എൻ്റെ റസൂല് രസകരമാണ് അവൻ ഉണ്ടാക്കണ മാല. എന്ത് രസം അത് കാണാൻ. സാധാരണ പരമ്പരാഗതമായി റൂമുകാരുണ്ടാക്കുന്ന രൂപത്തിലായിരുന്നില്ല, ഒരു പ്രത്യേക രൂപത്തിലാണ് പൂക്കൾ ഇങ്ങനെ നൂലിൽ ഇങ്ങനെ കോർത്തു വന്നത്. താലി ഭാഗം ഒഴിവാക്കി വെച്ചു. ഞാൻ അവനോട് പറഞ്ഞു ബെസ്റ്റ് മാലയാടാ, ആ താലി കൂടി ഉണ്ടാക്കിയാൽ ആ പെണ്ണുങ്ങൾ ഫസ്റ്റ് ഉറപ്പാ. അപ്പൊ പറഞ്ഞു താലി ഉണ്ടാക്കാൻ കുറച്ച് പണിയുണ്ട്, അതെന്താന്ന് വെച്ചു. നീ എവിടെ ഇരിക്കും ഞാൻ ഉണ്ടാക്കാന്ന് പറഞ്ഞു. ഞാനിങ്ങനെ നോക്കുമ്പോൾ അവൻ ഒരു തോൽ കഷ്ണം കൊണ്ടുവന്നു. പഴയ കാലത്ത് കടലാസില്ലാത്ത കാലത്ത് തോലിൽ എഴുതുക. അപ്പൊ ഒരു തോൽ കഷ്ണം കൊണ്ടുവന്നു. എന്നിട്ട് അവനൊരു എന്തോ എഴുതാൻ തുടങ്ങി. എഴുത്താണി ഉണ്ടാക്കി. എഴുത്താണി ഇല്ലേ ഈ കലമ് പഴയ ഉസ്താന്മാർ ഇങ്ങനെ കുത്തിയിട്ട് എഴുതിത്തില്ല, മഷീല മുക്കിയിട്ട് ഇങ്ങനെ തരുമല്ല, എല്ലാം പറയുന്നില്ലേ. അപ്പൊ അതിങ്ങനെ ചെത്തിയിട്ട് ഒരു കലമുണ്ടാക്കിയിട്ട് ഇവന് തോലിങ്ങനെ എഴുതുക. മുറല്ലാൻ പറഞ്ഞു ഞാൻ അവൻ എന്താണ് എഴുതുന്നത് എന്നെല്ലാം പോയി നോക്കുമ്പോ അവൻ എഴുതുന്നത് ഇങ്ങനെയാണ്. അതിന്റെ ആശയം ഇങ്ങനെയാണ്. എന്താ അബ്ദുല്ലാഹ് ഇബ്നു ശഖറ എഴുതിയതിന്റെ ആശയം ഒരു കത്താണ്. പ്രിയപ്പെട്ട ഉമൈമ, എന്റെ കരളെ, എന്റെ ലിവറെ, എന്റെ കുയിലേ, മനോഹരമായ ഒരു കത്ത് എഴുതുക. പാടും കുയിലേ കൽബിനുള്ളിലേ സഖിയേ അകന്നു പോയോ, എല്ലാം മറന്നോ നീയും വെടിഞ്ഞോ, എന്നെ വെറുത്തോ ചൊല്ലൂ ഉമൈമ. കുഞ്ഞായ നാളിൽ നമ്മളൊന്നു ചേർന്നിരുന്നില്ലേ, കരളായ മോളെ അച്ചാരമന്നു വെച്ചില്ലേ. കുഞ്ഞായ നാളിൽ നമ്മളൊന്നു ചേർന്നിരുന്നില്ലേ, കരളായ മോളെ അച്ചാരമന്ന് വെച്ചില്ലേ. ആ കരാറിന്നു നിന്റെ ബാപ്പ തെറ്റിച്ചോ മോളെ, ആശകൾ തന്നു നിങ്ങൾ എന്നെ പറ്റിച്ചോ. കുയിലേ കുയിലേ പാടും കുയിലേ കൽബിനൊളിവേ സഖിയേ അകന്നു പോയോ, എല്ലാം മറന്നോ നീയും വെടിഞ്ഞോ, എന്നെ വെറുത്തോ ചൊല്ലു ഉമൈമ. അതെ, ഒരു കത്തായിരുന്നു. പ്രിയപ്പെട്ട ഉമൈമ, നിന്റെ പിതാവ് കരാർ ലംഘിച്ചിരിക്കുന്നു. ആ കരാർ ലംഘനത്തിന് കൂട്ടം നിന്നിട്ടാണ് നിന്റെ കല്യാണം ഇന്ന് രാത്രി നടക്കുന്നതെങ്കിൽ നടക്കില്ല പെണ്ണെ കല്യാണം. നിന്റെ ആ കല്യാണത്തിൽ പങ്കെടുക്കുന്നവന്റെ തല വെട്ടിമുറിക്കാൻ, തല കൊത്തിയെടുക്കാൻ, അത് നിന്റെ കല്യാണ മുറ്റത്ത് തോരണമാക്കി തൂക്കാൻ പഴയകാല കടിക്കൂട്ടുകാരൻ അബ്ദുല്ലാഹി ഇബ്നു ശഖറ വാടുമൊരുക്കിയെടുത്ത് നാട്ടിലെത്തിയിട്ടുണ്ട്. ജാഗ്രത. ഇതാണ് ആ കത്ത്. അതിങ്ങനെ ആ തോലിങ്ങനെ ചുരുട്ടിയിട്ട് അതിന്റെ ചുറ്റും ഇങ്ങനെ പൂവ് വെച്ച് കെട്ടി ഒരു കത്ത് ഇങ്ങനെ ചുരുട്ടിയിട്ട്. മുമ്പത്തെ പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതിയില്ല, ഒരു പോസ്റ്റ് കാർഡിൽ കത്ത് എഴുതി. എന്താ കത്ത് അറിയോ? ഇത് മറ്റവനോട് നിങ്ങൾക്കും കുടുംബത്തിന് സുഖമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എനിക്കും എന്റെ കുടുംബത്തിന് സുഖമാണ്. ഇതേ കത്തിലുള്ളൂ. കൊണ്ടുപോണ പോസ്റ്റ്മാൻ ഇങ്ങനെ അഡ്രസ്സ് വായിക്കുന്ന കൂട്ടത്തിൽ ഇത് വായിച്ചു നോക്കി. എഴുതിയവനും കുടുംബത്തിന് സുഖം, കിട്ടിയിട്ട് വായിക്കുന്നവനും കുടുംബത്തിന് സുഖം. പിന്നെ ആയിരിക്കും സുഖയുടെ എനക്കും കുടുംബത്തിനുമാണ്. കീറിച്ചാടി ജോലി ഇപ്പുറത്തേക്ക് പോയി കൊണ്ട് കൊടുക്കില്ല. അപ്പൊ കത്ത് ചുരുട്ടിയിട്ട് അതിന്റെ ചുറ്റും പൂവൊക്കെ വെച്ച് കെട്ടി. എന്നിട്ട് ആ പൂ മാല താലിയാക്കിയിട്ട് അത് ഫിറ്റ് ആക്കിയിട്ട് അതിൻ്റെ അകത്ത് വെച്ചു. കുറച്ച് കഴിഞ്ഞ് ഉമ്മ പാവോ കഞ്ഞിയിലായിട്ട് ഇങ്ങനെ വന്നിട്ട് വെച്ചിട്ട് മക്കളെ നിങ്ങൾ നമ്മളെ പറ്റിച്ച് കഞ്ഞി ഉണ്ടാക്കുക മാല ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട് കഞ്ഞി ഉണ്ടാക്കി മാല ഉണ്ടാക്കിയിട്ടില്ല. അപ്പോ അബ്ദുള്ള പറഞ്ഞു മാമ മാലൊക്കെ നേരത്തെ റെഡി. ആ കൊട്ടക്കാത്ത് മാലല്ലേ എന്റെ മോനെ, നീ തന്നെ പറ്റിക്ക് നല്ല മാമ സത്യ മാല ഉണ്ടാക്കി. അപ്പൊ ഉമറത്താവ് നിങ്ങളോട് പറഞ്ഞു മാമോ കഞ്ഞി കൊടുക്കുകയാണ്. എന്നാ കുടിക്കുന്നതാണ് അടച്ചു. അപ്പൊ അബ്ദുള്ള എന്ത് ചെയ്തു? കൊട്ട അങ്ങോട്ട് തട്ടിക്കൊടുത്ത് അങ്ങനെ തള്ളി. ഞാൻ നോക്കുന്നതാണ് മാമണ്ടല്ലോ. ആ പാവം പെണ്ണുങ്ങള് മാല അങ്ങനെ പൊക്കിട്ട് എടുത്തിട്ട് പറഞ്ഞു എന്റെ ഉമ്മോ അഴകേറും പൂമാല കണ്ടാവും സന്തോഷിച്ച്, അതുമായ മാല തന്നിലേക്കായി തിരിച്ച്. ബീബിയുമൈമത്തിൽ മുന്നിലായി അതു വെച്ച്, ബീരിതാലെ എടുത്തതിങ്കേമം ഒന്നിച്ച്. അഴകേറും പൂമാല കണ്ടാവും സന്തോഷിച്ച്, അതുമായ രമണ തന്നിലേക്കായി തിരിച്ച്. ബീബിയുമൈമത്തിൽ മുന്നിലായി അതു വെച്ച്, ബീരിതാലെ
കേമം പൊങ്കിച്ച് മാമയ മാല ഇങ്ങോട്ട് എടുത്ത് നോക്കിയിട്ട് പറഞ്ഞു ആയിവാ നീ ഉണ്ടാക്കിയതാ മോനെ? അബ്ദുള്ള പറഞ്ഞു ഞാൻ ഉണ്ടാക്കിയതാ. ഫസ്റ്റ് കിട്ടോ? ഉമർലാൻ ഇപ്പുറത്ത് പറഞ്ഞു മിക്കവാറും കിട്ടും, കിട്ടണത് അതിൻ്റെ അകത്തുണ്ട്. പാവം പെണ്ണുങ്ങൾ ചോദിച്ചു ഞാൻ ഈ മാല കൊണ്ടുപോയി വരുന്നവരെ നിങ്ങൾ ഇവിടെ ഉണ്ടാവോ അല്ല കഞ്ഞിയും കുറിച്ച് സ്ഥലം വിടോ? ഇവർ പറഞ്ഞു ഉമ്മാമ പോയി ഫസ്റ്റ് വാങ്ങിയിട്ട് വന്നിട്ട് നമ്മൾ പോയി തിന്നാണ്. ഉമ്മാമ മാലയിലായിട്ട് പോയി പാവം കൊട്ടാരത്തിന്റെ മുറ്റത്തെത്തുമ്പോൾ ഒരുപാട് പെണ്ണുങ്ങൾ ഇങ്ങനെ മാലയും കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. ഉമ്മാമ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഈ പിള്ളേർക്കൊന്നും വേറെ പണിയൊന്നും ഇല്ലേ? അതേ പണിയെടുത്തിട്ട് ഈ പെണ്ണുങ്ങളെ സ്വഭാവം അങ്ങനെയാ. വേറെ ആളെ കുറ്റം പറയാൻ എക്സ്ട്രാ ഡീസന്റ് ആണ് കല്ല് വരുന്നുണ്ടോ നോക്കുന്നു. വേറെ ആളെ കുറ്റം പറയാൻ എക്സ്ട്രാ ഡീസന്റ് നമ്മളെ പെണ്ണുങ്ങൾ. നിങ്ങളുടെ മംഗലത്തിനൊക്കെ ഈ ചെറുക്കം ഇങ്ങനെ കയറി വരില്ല, പുയ്യാപ്പിളങ്ങനെ കയറി വരുമ്പോൾ ചില പെണ്ണുങ്ങൾക്ക് ഒരു നോട്ടുണ്ട്. ചില നോക്കാതെ പെണ്ണുങ്ങളെ വരെ നോക്കിപ്പിക്കും. ഖദീസ നബീസ ബാ എല്ലാം പൊളിച്ചോടൊന്ന് നോക്കിയിട്ട് പുയ്യാപ്പിളങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നോക്കിയിട്ട് ചില പെണ്ണുങ്ങൾ ഇങ്ങനെ നോക്കിയിട്ട് പറയും അയ്യേ എന്ത് നായി കയറി വരുന്നു, എത്ര നല്ല പെണ്ണാത്, ഇത് നായി ചങ്ങായി അണ്ടി അടുപ്പിൽ വീണ പോലത്തതാ. ഇവളതോ ഇവളെ മാപ്പിളയോ ചിരട്ട വെണ്ണീരായ പോലത്തെ അവൻ നോക്ക് ഓർമ്മ ഉണ്ടാവില്ല. വേറെ ആളങ്ങനെ കുറ്റം പറയാൻ എക്സ്ട്രാ ഡീസൻ്റാ. അപ്പോൾ പെണ്ണുങ്ങൾ ഇവിടെ ഉണ്ടല്ലോ അല്ലേ, 4 ഭാഗത്തുണ്ട്. ഇന്ന് സീരിയലൊന്നും ഇല്ലേ? സീരിയലില്ലേ ഇന്ന് വന്നിനാ? അല്ല പൂച്ചക്കല്ല കള്ളന്മാർ വരെ പുറയിൽ ധൈര്യത്തിൽ കക്കാ കയറി പെണ്ണുങ്ങളെ പേടിയില്ല പോലും. എന്താ കാരണം അറിയോ? സീരിയലും കണ്ടിരിക്കുമ്പോൾ കള്ളൻ അങ്ങനെ കണ്ടിട്ടുമ്പോൾ ഇവൾക്ക് തോന്നുന്നു അത് TV എന്നാ കാണുന്നത്. ആ കള്ളനകലെ എടുത്തിട്ട് നമ്മളെ പെണ്ണുങ്ങളെ കഥയാ പറഞ്ഞ. അപ്പോ ഇവിടെ ഉമ്മമ്മ വന്നവിടെ ബാക്കിൽ നിന്ന് ഉമൈമ പുറത്തിറങ്ങി നല്ല നല്ല മാലകൾ പരിശോധിക്കാൻ തുടങ്ങി. ഉമൈമയും കൂട്ടുകാരിയും ചില നല്ല മാലകൾ കണ്ടപ്പോ കൂട്ടുകാരിയോട് പറഞ്ഞേടി നമുക്ക് ഇതിന് ഫസ്റ്റ് കൊടുത്താലോ? അവൾ പറഞ്ഞു ആയിട്ടില്ല കേട്ടോ, ബാക്കിൽ വരെ നോക്കാനുണ്ട്. ഉമ്മാമാക്ക് തോന്നി ഇത് നോക്കിയിട്ട് എന്റെ അടുത്ത് എത്തലുണ്ടാവില്ല, അതിലിടക്ക് ഫസ്റ്റ് കൊടുക്കും. പക്ഷെ എന്റെ മാല കണ്ടാ കിട്ടും, കാരണം ഇവരാരും ഉണ്ടാക്കിയ പോലത്തെ മാലയല്ല എന്റെ മാല, ഒരു പ്രത്യേക വെറൈറ്റി സാധനം. ഉമ്മാമ അങ്ങനെ അങ്ങനെ പൊക്കി പിടിച്ചിട്ട് വിളിച്ചു, ഇതേ മോളേതാ എന്റെ മാല നോക്കിയാട്ടെ. അതിർപ്പത്തിന്റെ 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 ഉമ്മാമ മറ്റേ അല്ല ഉമ്മയമ്മ മറ്റേ പണിനോട് പറഞ്ഞ് മെയിൻ സ്വിച്ച് ഓഫ് ആക്കിയിട്ട് മാലയും വാങ്ങിയിട്ട് വന്നു. മാല വാങ്ങിയിട്ടും എല്ലാം അകത്ത് കൊണ്ടുപോയി. ഉമൈമ തന്റെ കൂട്ടുകാരുടെ കഴുത്തിൽ ആ മാല ഇട്ടിട്ട് കുറച്ച് ദൂരെ നിന്നിട്ട് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അടിപൊളി മാലയടി. പരമ്പരാഗതമായ റോമുകാരുണ്ടാക്കിയ രൂപത്തിൽ എല്ലാ മാല ഉണ്ടാക്കിയത്. ഈ പൂവുകൾ എങ്ങനെയാണ് നൂലിൽ കോർത്തത്? പൂവുകൾ നൂലിൽ കോർത്തത് എങ്ങനെ? നമ്മളെ കയ്യിൽ കുറച്ച് പൂവും സൂചി നൂലും തന്നിട്ട് മാലയാക്കുമെന്ന് പറഞ്ഞാൽ കുത്തി 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 എല്ലാ പൂവും ഷഹീദായിട്ട് കിടക്കും. നൂല് സൂചി ഇങ്ങനെ വെക്കുന്നുണ്ടാവും കുന്തം പോലെ, അതുണ്ടാകുക. അപ്പോ ഒരു പ്രത്യേക രൂപത്തിൽ. അതുകൊണ്ടാണ് നമ്മൾ അണ്ണാച്ചിമാർ അപ്പൊ മാല ഉണ്ടാക്കുന്നത്. തമിഴന്മാർ അണ്ണാച്ചിമാർ അണ്ണന്മാർ എന്ന് പറഞ്ഞ കേട്ടില്ലേ? ഇവിടെ ഇല്ലല്ല, ഞാൻ കൂടെ അല്ലാണ്ട് വേറെ ഇല്ലല്ല. ഇത് റോട്ട് അപ്പോ മാല ഇങ്ങനെ പിടിച്ച് നോക്കിയിട്ട് പൂവിങ്ങനെ നോക്കിയിട്ട് താലി ഉണ്ടല്ലോ അത് എത്തിയപ്പോ അതൊരു പ്രത്യേക രൂപത്തിൽ ഉണ്ടാക്കിയത്. ഉമയും അതിങ്ങനെ എടുത്ത് ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു അടിപൊളി താലി ഉണ്ടാക്കിയതാ. എന്നിട്ട് മറ്റുള്ളവരോട് പറഞ്ഞു ഇതിലിപ്പോ എന്തെങ്കിലും ഒരു ന്യൂനത നീ കാണുന്നുണ്ടോ എന്ന് വെച്ചു. താലി ഇങ്ങനെ കാണിച്ചു കൊടുത്തു. അപ്പൊ ആ ഇട്ട പെണ്ണുങ്ങൾ നോക്കിയിട്ട് പറഞ്ഞു ഒരു ന്യൂനത ഉണ്ട്. എന്തേ? അതിന്റെ നടുവിലൊരു വെറുതെ തോല് വെച്ചാണ്ട് അത് ആവശ്യമില്ലാണ്ട് വെച്ചത്. അതിന്റെ പിരാന്താത് അതങ്ങ് എടുത്താൽ ഞാൻ നല്ല രസം ഉണ്ടാവുന്നത്. അതെടുത്ത് കളഞ്ഞാൽ നല്ല രസം ഉണ്ടാവുന്നത്. അപ്പൊ ഉമ്മയും പറഞ്ഞു അത് എടുക്കല്ലേ, അത് എടുത്തു നോക്കുന്നത്. ഉമ്മയും ആദ്യം കട്ട് എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ കയ്യിൽ വന്നപ്പോൾ ഇതെന്തോ എഴുതിയ പോലെ തോന്നുന്നത്. എഴുതിയതുപോലെ തോന്നിയപ്പോ ഇവിടെ പറഞ്ഞടി ഇതെന്തോ എഴുതിയിട്ടുണ്ട്. മറ്റുള്ളവരെ വായിച്ചു നോക്കുന്നതാണ്. താലി അങ്ങ് വിട്ടിട്ട് ഈ തോലങ്ങട്ട് നിർത്തി വായിക്കാൻ തുടങ്ങിയവര് അത് പത്താലോരോ കത്ത് ഇടയിൽ കണ്ട് അത് പൊട്ടിച്ചവൾ വായിച്ചുടനെ ചെണ്ടതി വേല കറിഞ്ഞൊരു ഹാല് ഉമ്മ പിടിച്ചത് ഒരു പുലിവാല് ൂറിയുമയും എന്തൊരു ചേലെല്ലാം സൂറാക്കി അവരം നേരം ചീലതെല്ലാം കരുതിക്കൊണ്ടുമൈമ പാരവി പറ്റികിനാക്കളുതിർത്ത് പാവി പറഞ്ഞവൾ മാപ്പുരവെത്ത് വ്യക്തമി സത്യമാകയുരപ്പോടാതാതെന്നും പറഞ്ഞിടുന്നേ ഊതി കത്തുന്നൊരു മഞ്ചം ഇതു കെട്ടുന്നേ ൂരപ്പോടാതാതെന്നും പറഞ്ഞിടുന്നേ ഊതി കത്തുന്നൊരു മഞ്ചം ഇതു കെട്ടുന്നേ. ഈ കത്തവൾ വായിച്ച പ്രിയപ്പെട്ട മൈമ, പിതാവിനെ പോലെ നീയും കരാർ ലംഘിച്ചുകൊണ്ടാണ് കല്യാണം നടക്കണതെങ്കിൽ നടക്കില്ല മോളെ നിന്റെ മംഗലം.
കല്യാണ പന്തലിലേക്ക് കടന്നു വരുന്നവന്റെ തല വെട്ടിയെടുത്തിട്ട് നിന്റെ കൊട്ടാര മുറ്റത്ത് തോരണമാക്കി തൂക്കിയിടാൻ നിന്റെ പഴയകാല കളിക്കൂട്ടുകാരൻ അബ്ദുല്ലാഹി ഇബ്നു ശഖ്റ മൂർച്ചയുള്ള വാളുമുരുക്കിയെടുത്ത് നാട്ടിലെത്തിയിട്ടുണ്ട്. ജാഗ്രത, ഇതാണ് കത്ത്. ഈ കത്ത് ചുരുട്ടി പിടിച്ചിട്ട് ആ പെണ്ണിനോട് മാലയും വാങ്ങിയിട്ട് ഉമ്മയമ്മ പറഞ്ഞു, നീ ആ പോയിട്ട് മാമനെ കൂട്ടിട്ട് ഇവിടെ പോയിട്ട് വിളിച്ചു, മാമോ വാ. മാമാക്ക് സന്തോഷമായി, ഫസ്റ്റ് കിട്ടിയാ മിക്കവാറും കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട് നിങ്ങളാന്ന് പറഞ്ഞു. ഉമ്മാമ അങ്ങനെ കയറിപ്പോ, വയസ്സായ ഉമ്മാമ കയറിപ്പോകുമ്പോ ബാക്കിയിലെ പൊമ്പിള്ളേരെല്ലാം നോക്കി, അല്ലേ അങ്ങേക്ക് കൊണ്ട ടൈമായി, ഇങ്ങേക്ക് പോന്ന. വയസ്സായ മനുഷ്യന്മാരെ ഓർമ്മ വരുന്ന ടൈം എപ്പാ അറിയോ? ഇപ്പം വരും. ഇപ്പം വയസ്സായ ആളെല്ലാം ഓർമ്മ വരുന്ന സമയമാണ്. കാരണം നാട്ടിൽ ഇലക്ഷൻ വരാൻ പോവാണ്. വോട്ടർ പട്ടിക കാണുമ്പോൾ നമുക്ക് ഓർമ്മയിൽ ഇങ്ങനെ ഒരു സാധനം ഉണ്ടല്ലോ, അപ്പൊ നമ്മളെ പേടിയായിട്ടുള്ളു. പരിധി നോക്കുമ്പോ ഏതെങ്കിലും മൂലയിൽ ഇരിക്കുന്നുണ്ടാവും, ചെവിയിൽ വരെ വണ്ണാമ്പല കയറിയിട്ടുണ്ടാവും നോക്കായിട്ട്. അതിനെ തോണ്ടിപ്പിടിച്ച് ലെവലാക്കി കുളിപ്പിച്ച് കുപ്പായിലിട്ടിട്ട് കൊണ്ടുപോകും വോട്ട് ചെയ്യാൻ വേണ്ടി. നമ്മളാണെന്ന് വോട്ട് ചെയ്തിട്ട് ഒരു ഉമ്മാമാൻ അങ്ങനെ എടുത്തോണ്ട് പോയി. അങ്ങോട്ടെല്ലാം ബഹുമാനത്തിലാണ് കൊണ്ടുപോവുക, വലിയുള്ളാനെ കൊണ്ടുപോകും പോലെ കൊണ്ടുപോകും. ഇങ്ങോട്ട് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ വളരെ വെയിലത്ത് കൊണ്ടുപോയി ഇരിച്ചു, 5 മിനിറ്റ് ഉണങ്ങി കൊണ്ട് ഇരിച്ചിട്ട് ആവശ്യം തീർന്നില്ല. അങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ പോകുമ്പോൾ പള്ളിക്കാട്ടിൻ്റെ കൂടെ പോകണം, അവളെ പൊടകളെ പുറക്കേക്ക്. അപ്പോൾ ഒരുത്തം പറഞ്ഞു, എന്തിനാണ് പുറകെ കൊണ്ടുപോകുന്നത്, ഇങ്ങോട്ട് വരേണ്ട സാധനം 2 ദിവസം കയറ്റി ഇവിടെ മൂലക്ക് വെച്ചാൽ പോരെ. വയസ്സുള്ളവരോട് നിങ്ങൾക്ക് ദീർഘായുസ് വേണോ? ചോദ്യം റസൂലുള്ളാഹിന്റെതാണ്. ആരോട്? സഹാബത്തിനോട്. നിങ്ങൾക്ക് ആയുസ്സിൽ വർധനവ് വേണോ? നം യാ റസൂലല്ലാഹ്. എങ്കിൽ നിങ്ങൾ വയസ്സായ മനുഷ്യരെ ബഹുമാനിച്ചാ മതി, വയസ്സായ മനുഷ്യരെ ആദരിച്ചാ മതി, വയസ്സുള്ളവന്റെ പ്രയാസങ്ങൾ തീർത്തു കൊടുത്താ മതി. എങ്കിൽ നിങ്ങൾക്ക് വയസ്സാകുമ്പോഴേക്ക് അള്ളാഹു ആ പ്രയാസങ്ങൾ തീർക്കാൻ മറ്റൊരാളെ അള്ളാഹു സൃഷ്ടിക്കുക തന്നെ ചെയ്യും. അതിന് പറഞ്ഞതിന്റെ അർത്ഥം എന്തറിയോ? നിങ്ങൾക്ക് വയസ്സാകുമ്പോൾ വേറൊരാൾ അള്ളാഹു സൃഷ്ടിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് വയസ്സാകുന്നവർ ദീർഘായുസ് അള്ളാഹു കിട്ടും തരും എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. പറഞ്ഞത് മറ്റാരുമല്ല, പരിശുദ്ധ റസൂൽ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, ചെറുപ്പക്കാരെ, വയസ്സുള്ള മനുഷ്യന്മാരെ ആദരിക്കുക, ബഹുമാനിക്കുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ആരാണ് ഈ മാല കെട്ടിയത്? ഉമ്മാമ പറഞ്ഞു, ഞാൻ തന്നെ. ഉറപ്പാണോ? അത് പിടിച്ച് വലിച്ചു നോക്കിയാൽ മതി, ഉറപ്പുണ്ടില്ലെന്ന് മനസ്സിലാവുന്നത്. ഉമ്മാമ സത്യം പറ, ആരുണ്ടാക്കി? ഞാൻ തന്നെ ഉണ്ടാക്കിയതാ. ഉറപ്പാണല്ലോ? എന്തൊരു കാര്യം, ഞാൻ കുറച്ച് പൂക്കൾ തരാം. ഉമ്മാമ ഈ റൂമിന്റെ അകത്ത് കുത്തി എന്നിട്ട് ഇതേപോലത്തെ മാല ഉണ്ടാക്കുന്നത്. ഉമ്മാമ കുടുങ്ങി. ഉമ്മാമ എന്താ ചെയ്യേണ്ടത് തിരിയാണ്ടായി. പണ്ട് സീരിയൽ കണ്ടുകൊടുക്കുമ്പോൾ ഉമ്മാമ മക്കളോട് പറഞ്ഞു, മോളെ കുറച്ച് കഞ്ഞി അച്ചാർ എടുത്തിട്ടാണ്. പെണ്ണ് കുറച്ച് അച്ചാറും കഞ്ഞിയും കൊണ്ട് കൊടുത്തു. പെണ്ണുങ്ങൾ സീരിയലിന്റെ തിരക്കിൽ കഞ്ഞി കുടിക്കുന്നു, അച്ചാർ തൊട്ട് നക്കുന്നു. കുറെ കഴിഞ്ഞ് സീരിയൽ തീർന്നപ്പോ ബോധം വന്നേ. പെണ്ണിനോട് വെച്ച് എന്തെന്ന് ആന്തരം നീ കൊണ്ടുവന്ന അച്ചാർ എരിവില്ല, പുളിയും ഇല്ല, ഒരു കുന്തം ഇല്ല. ഉള്ളത് നല്ല അച്ചാറിൽ കൊടുത്ത നോക്കുമ്പോ എന്താ കഥ അറിയോ? ഈ പാക്കറ്റ് അച്ചാറായിരുന്നു. ഈ പാക്കറ്റിൽ, പ്ലാസ്റ്റിക്കിന്റെ പാക്കറ്റിൽ അച്ചാർ ഇതാ കൊണ്ടേ കൊടുത്തിന്. ഇത് പൊട്ടിച്ചിട്ടൊന്നുമില്ല, സീരിയലിന്റെ തിരക്കിൽ ഇത് തൊട്ടിട്ടാണ് നക്കുന്നത്. എരിവില്ല, പുളിയും ഇല്ല. ഇങ്ങോട്ട് തോണ്ടുമ്പോൾ മാങ്ങന്റെ കഷ്ണം അങ്ങോട്ട് പോകും, അങ്ങനെ തോണ്ടുമ്പോൾ കഷ്ണം ഇങ്ങേക്ക് വരും. ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ നിന്ന് മാങ്ങ അങ്ങനെ കളിക്കാൻ നല്ലാണ്ട് തോണ്ടാൻ കഴിയുന്നില്ല പെണ്ണുങ്ങൾക്ക്. അതുപോലെ ഉമ്മാമ ഇപ്പൊ കുടുങ്ങിയിട്ടുള്ളേ. ഉമ്മാമ പറഞ്ഞു, എനിക്ക് മാല ഉണ്ടാക്കേണ്ട റേഞ്ച് ഇതിൻ്റെ ഉള്ളിലില്ല, എന്റെ പുരയിലുള്ളത്. സത്യം പറയുമ്പോ ആരുണ്ടാക്കി? സത്യം പറഞ്ഞാൽ ഫസ്റ്റ് പോകുമോ? ഫസ്റ്റ് ഒന്നും പോകില്ല, ഫസ്റ്റ് നിങ്ങൾക്ക് ഉറപ്പിച്ച് സത്യം പറ. എന്നാ പറഞ്ഞുതരാം. ഇന്ന് ഉച്ചക്ക് 2 ചെറുപ്പക്കാരൻ എന്റെ പുരയിൽ, ഒന്ന് വെളുത്ത് മെലിഞ്ഞൊരു ചെക്കൻ, മറ്റേനെ ചോദിക്കന്നെ വേണ്ട. അവർ രണ്ടാളും വിശന്നിട്ടാ വന്നേ. വിശന്നിട്ട് വന്നിട്ട് എന്നോട് കഞ്ഞിക്ക് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, മാല ഉണ്ടാക്കണം, കഞ്ഞി ഉണ്ടാക്കൂല. അപ്പൊ ആ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, മാല ഞാൻ ഉണ്ടാക്കാം, ഉമ്മാമ കഞ്ഞി ഉണ്ടാക്കൂ. അവിടെ ഞാൻ കഞ്ഞി ഉണ്ടാക്കുന്ന സമയത്ത് ആ വെളുത്ത് മെലിഞ്ഞ ചെക്കനായി മാല ഉണ്ടാക്കിയത്. അമ്മയമ്മ ചോദിച്ചു, ആ വലിയ ചെറുപ്പക്കാരൻ ഉമ്മാമ കണ്ടിട്ടുണ്ടോ? ഇല്ല. പരിചയമുണ്ടോ? ഇല്ല. എന്നാ ഉമ്മാമക്ക് പരിചയമുണ്ട്. എന്താ നീ പറയുന്നത്? അതെ. നിങ്ങൾ നല്ല പ്രായത്തിൽ കൊട്ടാരം അടിച്ചു തെളിച്ച് വൃത്തിയാക്കാൻ വേണ്ടി വന്ന ബാല്യക്കാരി പെണ്ണല്ലേ? അതെ. നിങ്ങളെ പണിയൊക്കെ എടുത്തിട്ട് എവിടെയെങ്കിലും പോയി മൂലക്ക് വിശ്രമിക്കുമ്പോ നിങ്ങളുടെ മടിയിൽ കയറിയിരുന്ന് കളിക്കുന്ന ഒരു പെണ്ണിന് ഓർമ്മ ഉണ്ടോ? ഉമ്മാമ പറഞ്ഞു, ഒറ്റ അടിയും കയറും. നീ അല്ലേ ആ പെണ്ണ്? അത് ഞാൻ അവിടെ ഇരിക്കുമ്പോ എന്നെ തള്ളി അപ്പുറത്തേക്ക് ഇട്ടിട്ട് അവിടെ കയറി കുത്തിയിരിക്കുന്ന ഒരു ആണിന് ഓർമ്മ ഉണ്ടോ? അത് നമ്മളെ നാട് വിട്ട ചെക്കൻ അബ്ദുള്ള, മന്ത്രിയുടെ മോൻ, ഷീറിന്റെ മോൻ, അബ്ദുല്ലാഹി ഇബ്നു ഷീറ. എന്തേ? എന്നാ ഉമ്മാമാന്റെ പോരെ കുത്തി എന്നിട്ട് ഈ മാല ഉണ്ടാക്കി തന്നത് അബ്ദുല്ലാഹി ഇബ്നു ഷീറയാണ്. ഉമ്മ ചോദിച്ചു, എനിക്കങ്ങനെ അത് മനസ്സിലായി? ഇതാ കത്ത്. എന്റെ ഉമ്മ അതിന്റെ അകത്ത് അതും ഉണ്ടായിനാ കത്തോ? അമ്മയമ്മ പറഞ്ഞു, ഉമ്മാമ ഒരു കഥ അറിയോ? എനിക്കിപ്പോ 2 മാപ്പിള. ഉമ്മാമ പറഞ്ഞു, നിന്റെ ഭാഗ്യം, എനിക്ക് ഒന്നുമില്ല. ഏതാ നിന്റെ മാപ്പിള? 2 എണ്ണോ. ഒന്ന് ഇന്ന് മംഗലം കഴിക്കുന്ന ആള്, മറ്റേത് പണ്ട് കരാർ ചെയ്ത ആള്. ഞാനിപ്പോ ശൈത്താനും കടലിലും നടുക്കാൻ. ഉമ്മാമ പറഞ്ഞു, ഞാനിപ്പോ അതിന്റെ കരക്കാൻ. അപ്പോ ഇവള് പറഞ്ഞു, അബ്ദുള്ള കത്തെഴുതിയത് മംഗലപ്പന്തലിലേക്ക് വരുന്നവന്റെ തല വെട്ടും എന്നാണ്. ഞാൻ കരാർ ലംഘിച്ചു എന്നു. ഞാൻ ഒരിക്കലും കരാർ ലംഘിച്ചിട്ടില്ല. അതുകൊണ്ട് ഉമ്മാമ ഒരു കാര്യം ചെയ്യണം,
നിങ്ങൾ തിരിച്ചു പോയിട്ട് ഞാൻ പറയുന്ന വാക്കുകൾ അബ്ദുല്ലാഹിബ്നു ശൈറയോട് പറയണം. ഉമ്മാമ പറഞ്ഞു ഞാൻ എല്ലാം പറയാം, എന്താ പറയേണ്ടത് അത് പറഞ്ഞതാ. ചെന്നു പറയണമുമ്മ ഞാൻ പറഞ്ഞിടാമുമൈമ ഒന്നുമേ അറിഞ്ഞതില്ല എന്നരുളേണേ എന്നരുളേണേ. ഉള്ളുമേ പൊറുത്തിടുക നല്ലതിനായി കാത്തിടുക ചൊല്ലിടാമൊരു പണിന വാർത്ത കേൾക്കണേ വാർത്ത കേൾക്കണേ. ഇന്നിരവിൽ ഞാൻ കുളിക്കാൻ വന്നിടും കുളക്കടവിൽ എണ്ണുനാരിമാർക്കിടയിൽ മുന്നിരുന്നൂറ് പിന്നിരുന്നൂറ്. ഇന്നിരവിൽ ഞാൻ കുളിക്കാൻ വന്നിടും കുളക്കടവിൽ എണ്ണുനാരിമാർക്കിടയിൽ മുന്നിരുന്നൂറ് പിന്നിരുന്നൂറ്. കുല്ലുമേ പൊറുത്തിടുക നല്ലതിനായി കാത്തിടുക ചൊല്ലിടാമൊരു പണി ഞാൻ വാർത്ത കേൾക്കണേ വാർത്ത കേൾക്കണേ. ചെന്നു പറയണമുമ്മ ഞാൻ പറഞ്ഞിടാമുമൈമ ഒന്നുമേ അറിഞ്ഞതില്ല എന്നരുളേണേ എന്നരുളേണേ. നിങ്ങൾ അവനോട് പോയിട്ട് പറയണം ഞാൻ കരാർ ലംഘിച്ചിട്ടില്ല, പിതാവ് കരാർ ലംഘിച്ചിട്ടുണ്ട് സത്യമാണ്, പക്ഷെ നിങ്ങൾ നാട് വിട്ടത് കൊണ്ടാണ് ഞാൻ ഈ മംഗലത്തിനെ സംബന്ധിച്ചത്. അതുകൊണ്ട് അവനോട് പറയണം, അവൻ മനുഷ്യന്മാരുടെ തല വെട്ടാൻ തീരുമാനിച്ചാൽ 1 or 2 ആളുടെ തല അവൻ വെട്ടും, പിന്നെ അവന്റെ തല എന്റെ ഉപ്പാന്റെ പട്ടാളക്കാർ വെട്ടിയിട്ട് അവിടെ തൂക്കും. വെറുതെ ഞാൻ കാരണം ഒരു മനുഷ്യന്റെ തലയും മറക്കരുത്, ഒരു കുട്ടിയുടെ ചോരയും ഒഴുകരുത്, ഒരാളും മണ്ണിലോട്ട് വീഴരുത്. അതുകൊണ്ട് നിങ്ങൾ അവനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. ഞാനും അവനൊക്കെ കുളിച്ചൊരു കുളമുണ്ട് അങ്ങാടിയിൽ, ആ കുളത്തിൽ ഇന്ന് രാത്രി ഞാൻ കുളിക്കാൻ വരും. മഗ്‌രിബിന് ശേഷം സന്ധ്യയ്ക്ക് ശേഷം അവിടെ ഞാൻ കുളിക്കാൻ വരും. എന്റെ മുന്നിൽ 200 പെൺകുട്ടികൾ ഉണ്ടാവും. 200 എന്ന് പറഞ്ഞാൽ 200, ബാക്കിലും 200 പെൺകുട്ടികൾ, 200 പെൺകുട്ടികൾ, മൊത്തം 400 പെൺകുട്ടികളുടെ മധ്യത്തിൽ ഞാൻ ഉണ്ടാവും. പോണ വഴിക്ക് ചെറിയ കാടുണ്ട്, കുറ്റിക്കാടുണ്ട്, അവിടെ വന്നിട്ട് അവനോട് ഇരിക്കാൻ പറ. ഞാൻ പോകുമ്പോഴോ വരുമ്പോഴോ അവൻ എപ്പോഴാണോ സൗകര്യം എന്നെ വിളിക്കാൻ പറ, ഞാൻ അവന്റെ കൂടെ പോയിക്കോളൂ, അല്ലാണ്ട് പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് പറയണത്. ഇത് പറഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു ശൈറ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഈ പെണ്ണുങ്ങൾ പറഞ്ഞു കൊടുത്തു, അല്ല ഉമ്മൈമ പറഞ്ഞു കൊടുത്തു ഉമ്മാമക്ക്. അപ്പൊ ഉമ്മാമ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ ഇതെല്ലാം പോയിട്ട് പറയാം, ഫസ്റ്റ് എനിക്കല്ലേ, അതെ കൊണ്ട സ്വർണ്ണ സമ്മാനം കൊണ്ട. ഉമ്മൈമ പറഞ്ഞു അത് ബയ്യത്തരാ. എന്ത് ബയ്യത്തരാന്ന് നീ ഒളിച്ചോടാൻ തീരുമാനിച്ചിട്ട് ഇതെല്ലാം കൂടി ബയ്യ കുൽമാൽ ഇത് കിട്ടലുണ്ടാവില്ല, നീ ഇപ്പം തന്നെയാണ്. സ്വർണവുമായിട്ട് ഉമ്മാമ പോയി വീട്ടിന്റെ മുറ്റത്തെത്തുമ്പോ ഇവർ രണ്ടാളും കഞ്ഞിയും കുറിച്ച് റാഹത്തിൽ ഇരിക്കുന്നു. ഇവർ വെച്ച് ഫസ്റ്റ് കിട്ടിയാ? ഉമ്മാമ പറഞ്ഞു ഫസ്റ്റ് എടുക്കട്ടെ എന്റെ മക്കളെ, നിങ്ങൾ തട്ടിക്കൊണ്ടു പോകാൻ വന്നതല്ലേ. ഇവർ വെച്ച് ആരെ നിങ്ങളെ എന്തിന് ഷോക്കേസിൽ വെക്കാനാ? പെണ്ണുങ്ങൾ ഉമർ ഖത്താബിനെ നോക്കിയിട്ട് പറഞ്ഞു ഇന്നോട് ഞാൻ ഭർത്താനില്ല, ഞാൻ അബ്ദുല്ലാനോടാ പറഞ്ഞത്. അബ്ദുല്ല ഞെട്ടിപ്പോയി. ഉമ്മാമ എങ്ങനെ എന്റെ പേര് പഠിച്ചെന്ന് ചോദിച്ചു. ഉമ്മാൻ പറഞ്ഞു നീ എന്താടാ കത്തെഴുതിയേ? അത് വിളിച്ചു വായിച്ച നല്ല ഒരു പോസ്റ്റ്മേനി. ഉമ്മാൻ പറഞ്ഞു എന്താ കത്തെഴുതിയത്? മുത്തല്ലേ തേനല്ലേ പാലല്ലേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഭീഷണിക്കത്ത. മുത്തല്ലേ തേനല്ലേ കണ്ണിൻ കരളെ മുന്തിയ മതാനി തെറ്റിച്ചോ മോളെ, മാലും മുതൽ കുറഞ്ഞിയുള്ളോ നീളെ, നാടു നടന്നു നിന്റെ കാര്യമറിഞ്ഞു. നിനക്കു വന്ന തിരുകല്യാണം നടക്കുമെങ്കിലറിയൂ, വിലവയ്ക്കില്ല ഒരുത്തനെയും ഉടവ നീട്ടിയറിയും. വഴിവക്കിൽ തൂക്കിടും തോരണം തലകളാണെന്നറിയൂ, പൊഴിയല്ല ഞാൻ ഇതു ചെയ്യാനായി ഇവിടെയുണ്ടെന്നറിയൂ. അഴകിൽ കോർത്താരിമുല്ലപ്പൂ തിരുമലതന്നിടയിൽ അവനെഴുതി പീഡിപ്പിച്ചല്ലോ ഒരു കത്തതിൽ പഴുതി. അതെ, അബ്ദുല്ലാഹിബ്നു ശൈറ ആ ചെറുപ്പക്കാരനോട് ഉമ്മാമ പറഞ്ഞു നീ എന്താണ് കത്തെഴുതിയത്? അവൾ ഒരു സാധു മോളാണ്, നീ നാട് വിട്ടത് കൊണ്ടാണ് അവളെ ഈ മംഗലത്തിന് സമ്മതിച്ചത്. അതുകൊണ്ട് അവൾ ഒരു ഉപായം പറഞ്ഞു നൽകിയിട്ടുണ്ട്. നീ പറയും പോലെ തല വെട്ടാൻ പോയാൽ നിന്റെ തല അവരെ പട്ടാളക്കാർ വെട്ടും. അതുകൊണ്ട് അവൾ നീയൊക്കെ പണ്ട് കുളിച്ച കുളക്കടവിൽ അവൾ ഇന്ന് രാത്രി കുളിക്കാൻ വരും. നീ ആ പോണ വഴിയിലെ കുറ്റിക്കാട്ട് പോയി ഇരുന്നാ മതി. പോകുമ്പോഴോ വരുമ്പോഴോ നീ അവളെ വിളിച്ചാൽ നിന്റെ കൂടെ അവൾ വന്നോളും, പ്രശ്നം ഉണ്ടാക്കണ്ട എന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന്. അപ്പൊ അബ്ദുല്ലാഹിബ്നു ശൈറ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു പറയേ കാര്യങ്ങൾ മൊത്തം മാറുകയാണ്. കുലുമാലുണ്ടാക്കാൻ വേണ്ടി വന്ന നമ്മളിപ്പോ അവളെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകേണ്ട ഗതികേടായിട്ടുള്ളത്. പേടിയുണ്ടെങ്കിൽ നിനക്ക് തിരിച്ചു പോകാം. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു എന്റെ ജീവിതത്തിൽ ഇല്ലാത്തൊരു സാധനം അത് പേടി. എന്നാ പിന്നെ വാങ്ങണം. രണ്ടാളും കൂടി പോയി ആ കുറ്റിക്കാട്ട് കുത്തിയിരുന്നു. പോണ വഴിക്കുള്ള ഒരു കാടുണ്ട്, അവിടെ ഇരുന്നു. ഇരുട്ടായിട്ടും ഒരു മഹ്ലൂക്കും അങ്ങോട്ട് വന്നില്ല.
ആരും വരുന്നില്ല എന്ന് കണ്ടപ്പോൾ ഉമർ ഖത്താബിന്റെ പഴയ സ്വഭാവമാണ്. ഉമർ റളിയല്ലാഹു അൻഹു അബ്ദുല്ലാനെ വിളിച്ചിട്ട്, അബ്ദുല്ലോ ആ പഠിച്ച ഉമ്മ ഉണ്ടല്ല, ആ പോരേന്ന് ഇറങ്ങാൻ വേണ്ടി എടുത്ത തട്ടിപ്പാന്നൊക്കെ തിരിച്ചങ്ങോട്ട് തന്നെ പോകണം, അവിടെ ചുരുട്ടണം എന്നാണ്. അപ്പൊ അബ്ദുല്ല പറഞ്ഞു, മിണ്ടല്ലോ പറയാം, ഒരു വെളിച്ചം കാണുന്നുണ്ടെന്നാണ്. വെളിച്ചം കാണുന്നുണ്ടെന്നാണ് അങ്ങ് നോക്കിയതാ, വെളിച്ചം കാണുന്നുണ്ട് ശരിക്കും, വെളിച്ചം കാണുന്നുണ്ടെന്നിട്ട് ഇങ്ങനെ നോക്കി. അപ്പോ ഒരു പട്ടാളക്കാരൻ ഒരു പന്തം കത്തിച്ച് പിടിച്ചിട്ട് ഇങ്ങനെ വരികയാണ്. അതിന്റെ ബാക്കിൽ പെൺകുട്ടികൾ പാട്ടും പാടി കുളിക്കാൻ മണിച്ചിരിയും കൊണ്ടൊരു മാറൻ വരുമല്ലോ, അരമാന കുളത്തിലിറങ്ങുമല്ലോ. അരിമണിച്ചിരിയും കൊണ്ടൊരു മാറൻ വരുമല്ലോ, അരമാന കുളത്തിലിറങ്ങുമല്ലോ. നല്ലൊരയന്ന പിട പോലെ ഒരു പെണ്ണല്ലോ, മൈലാഞ്ചി അരച്ചല്ലോ, പലർ കയ്യിൽ പതിച്ചല്ലോ, കണ്ണിൽ കിനാവിവളൊളിപ്പിച്ചല്ലോ. നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ, നല്ല മൈന പെണ്ണിവൾക്കിന്ന് നിക്കാഹാണല്ലോ. അതെ, കുളിക്കാൻ പോണ പോക്ക് അബ്ദുല്ലാഹി ഇബ്നു ശഖറോട് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നോക്കിയിട്ട് പിടിച്ചോന്നോ വലിച്ചോന്നോ. ഇപ്പൊ വേണ്ട, കുളക്കടവിൽ അവളെ കാണാതിരിക്കും പ്രശ്നമാവും. കുളി കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ വിളിക്കാം. എന്നെന്താ കഥ, അവള് കൊട്ടാരത്തിൽ എത്തുമ്പോൾ നമുക്ക് നാടുവിടാൻ കാണും. മറ്റുള്ളവര് കൊട്ടാരത്തിൽ എത്തുമ്പോൾ നാടുവിടാം. കുളി കഴിഞ്ഞാൽ അവര് കാത്തിരുന്ന് വരും. പെണ്ണുങ്ങള് പോയി പെൺകുട്ടികളൊക്കെ മൊത്തത്തിൽ കുളിച്ച് കുളത്തുനിന്ന് നീന്തി കുളിച്ച് എല്ലാം കൂടി കയറി തിരിച്ചിങ്ങനെ വരികയാണ്. അബ്ദുല്ലാഹി ഇബ്നു ശഖറ വഴിവക്കിൽ കുറ്റിക്കാട്ടിലാണ്. മൂപ്പർ കുറച്ചങ്ങോട്ട് നീങ്ങിയിരുന്നു എന്ന് ഉമർ ഖിസ്സ പറയാം. എന്നിട്ട് നീങ്ങിയിരുന്നിട്ട് നടന്നു പോണ പെണ്ണിന്റെ വസ്ത്രം പിടിച്ച് വലിച്ചു മാറ്റി അവളെ ഒരു കുതിരപ്പുറത്ത് കയറ്റിയിരുത്തി. മറ്റേ കുതിരപ്പുറത്ത് ഞങ്ങൾ രണ്ടുപേരും കയറിയിരുന്നു. അതിവേഗം നാട് വിട്ടു റസൂലേ. പക്ഷേ രാത്രിയായിരുന്നു, ഇരുട്ടായിരുന്നു, നിലാവ് ഉദിച്ചിട്ടുണ്ടായിരുന്നില്ല. നിലാവ് ഉദിക്കാത്തത് കൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടായിരുന്നു. കുതിരകൾക്ക് കണ്ടുപിടിക്കില്ല എന്ന് തോന്നിയപ്പോ, വഴി തെറ്റുമെന്ന് തോന്നിയപ്പോ ഞാൻ അവനോട് പറഞ്ഞു, അബ്ദുള്ള നോക്ക്, നിലാവ് രാത്രിയുടെ അവസാനത്തിൽ ഉദിക്കും. അവസാന യാമത്തിൽ നിലാവ് ഉദിച്ചാൽ മരുഭൂമിയിൽ പ്രകാശമുണ്ടാകും, അപ്പൊ പോകാലോ. അതുകൊണ്ട് മരുപ്പറമ്പിൽ ടെന്റ് കെട്ടാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുഭൂമിയിൽ ഞങ്ങൾ 3 പേരും ടെന്റ് കെട്ടി. ഒന്ന് എനിക്കും ഒന്ന് അവനും. ഞങ്ങൾ 2 പേർക്കും ഉണ്ടാക്കിയ ടെന്റിൽ അല്പം പിന്നോട്ട് മാറിയിട്ട് അവൾക്കും ഒരു ടെന്റ് ഉണ്ടാക്കി. ഞങ്ങൾ ആ ടെന്റിൽ വിശ്രമിക്കാൻ തീരുമാനിച്ചു. അവരവിടെ വിശ്രമിക്കട്ടെ, നമുക്കൊന്ന് കൊട്ടാരത്തിൽ പോയിട്ട് തിരിച്ചും കെട്ടനെ വരാം. കൊട്ടാരത്തിൽ എന്താ കഥ എന്നറിയോ? ഈ പെണ്ണ് മുങ്ങിയതൊന്നും ആരും അറിയില്ല, പെണ്ണ് മുങ്ങിയത്. രാജാവിന് ആഗ്രഹം, കല്യാണ പുടവ ധരിച്ച് കുത്തിയിരിക്കുന്ന സ്വന്തം മകളെ കാണാൻ ഏത് ബാപ്പാക്ക് ആഗ്രഹം ഉണ്ടാവും? അള്ളാഹു നമ്മുടെ പെൺകുട്ടികൾക്ക് സ്വാലിഹായ ഭർത്താക്കന്മാരെ നൽകുമാറാകട്ടെ. ഉള്ള കുറെ പെൺകുട്ടികളുണ്ട്, ഭർത്താക്കന്മാരുടെ സ്വഭാവം മോശമായിട്ട് ഹലാക്കായ കുറെ പെൺകുട്ടികൾ. അവർക്കൊക്കെ അള്ളാഹു നല്ല സ്വഭാവത്തിൽ ആ ഭർത്താക്കന്മാരെ നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഭാര്യമാരുടെ അടങ്ങോറുണ്ട്, സഹിക്കാൻ പറ്റാത്ത കുറെ ഭർത്താക്കന്മാരുണ്ട്, അവർക്ക് അള്ളാഹു അവരുടെ സ്വഭാവം നന്നാക്കി കൊടുക്കുമാറാകട്ടെ. ഭാര്യമാരെ സ്നേഹം കിട്ടണം നിങ്ങൾക്ക്, ഞാൻ ഒരു ഹിക്മത്ത് പറഞ്ഞുതരാം. ആണോ? ചില ആള് പറയുന്നത് കാരണം ഇവിടെ വന്ന് ഇരുന്നതിന്റെ കാര്യം തന്നെ ആയിരിക്കും, ആടെ ഒന്നും കിട്ടായിട്ട് വന്നിരിക്കും. ഭാര്യമാരുടെ സ്നേഹം കിട്ടണമെങ്കിൽ ഒരു ഖുർആൻ ചികിത്സയുണ്ട്. ഭാര്യമാരുടെ നെറ്റിത്തടത്തിൽ ഇന്ന അൻസൽനാ സൂറത്ത് ഓതിയിട്ട് ഊതിയാ മതി. അവനവന്റെ ഭാര്യന്റെ നെറ്റിയിൽ ഊതിയാ മതി. ബസ് കയറി ജമാഅത്തായിട്ട് ബാക്കിലേക്ക് ഊതിയ കയറി. പിന്നെ പോരെന്ന് പറഞ്ഞ പെണ്ണുങ്ങളെ ഇന്ന് നല്ല രസമായി. ഈ ഭാഗത്തെല്ലാം പുരണ്ടെടുത്ത് പോയി നോക്കിയാൽ മതി, രാത്രി ഊത്ത് കേൾക്കാം. പാമ്പ് കയറിയ പോലെ ഉണ്ടാവും. നാളെ മുതൽ ഫുൾ സ്നേഹമായിരിക്കും. ഭാര്യയും ഭർത്താക്കന്മാരും സ്നേഹിച്ച് ജീവിക്കണം. വയസ്സാകും തോറും ഇന്നലെയാണ് എന്റെ മംഗലം കഴിഞ്ഞത് എന്ന രൂപത്തിലായിരിക്കണം ഓരോ ഭാര്യയും ഓരോ ഭർത്താവും പെരുമാറേണ്ടത്. ഇന്നലെയാണ് എന്റെ മംഗലം, വയസ്സായി പാപ്പ ചിന്തിക്കണം, ഇന്നലെയാണ് ഞങ്ങൾ രണ്ടാളി മംഗലം കഴിഞ്ഞ്. അങ്ങനെ വിചാരിച്ചിട്ട് ഹണിമൂണിന് ഊട്ടി പോയേക്കറ്, ആ തണുപ്പിൽ ചുരുണ്ടു പോകും. സ്നേഹിക്കുന്ന കാര്യത്തിലാണ് പറഞ്ഞത്. എന്റെ മംഗലം ഇന്നലെ കഴിഞ്ഞ് പുതിയ സാധനം ഇതെന്ന് കണക്കൂട്ടി സ്നേഹിക്കണം. ഭാര്യമാരും ഭർത്താക്കന്മാരും അങ്ങനെ സ്നേഹിക്കണം. ഇവൻ അടുത്ത മംഗലം കഴിഞ്ഞ ഇവന്റെ ഭാര്യ ഇവനെ വിളിക്കാൻ എന്താ പറയുക? ഇവൻ ഷാജഹാൻ എന്ന ഇവന്റെ പേര്. ഇവന്റെ ഭാര്യ ഇവനെ വിളിക്കല് ഷാന, ഒറ്റ അക്ഷര ഷാ. ഞാൻ പറഞ്ഞ ഇപ്പൊ വിളിക്കും, ഒരു കൊല്ലം കഴിഞ്ഞ് ഓള് വിളിക്കും ഷോ വേണ്ടിയായിരുന്നു. പിന്നെ 2 കൊല്ലം പറയും ഷേ തീരെ വേണ്ടിയായിരുന്നു പറയും. അതങ്ങനെയാണ് സ്വഭാവം, അങ്ങനെയുണ്ട്. ഞങ്ങൾ കണ്ടിട്ടില്ലേ? മംഗലം കഴിഞ്ഞപാട് മനസ്സിലാവും. മംഗലം കഴിഞ്ഞപാട് ഈ പിള്ളേരെ മംഗലം എപ്പാ കഴിഞ്ഞ് നമുക്ക് തിരിയും. ഒരു മാസത്തിനുള്ളിലാണെങ്കിലും ബൈക്കുമ്പോൾ പോകുമ്പോൾ ഓൻ്റെ ഇവിടെ തന്നെ ഓളിങ്ങനെ പിടിക്കും. അത് 1 മാസത്തിനുള്ളിൽ. ഒരു 1-2 മാസം കഴിഞ്ഞാൽ ഓള് കമ്പിമ്മലയെ പിടിക്കും. പിന്നെ ഇവനെ തൊടാൻ വലിയ വരാതെ കാരണം മുനിസിപ്പാലിറ്റി
അപ്പൊ കമ്പിമ്മ പിടിക്കുമ്പോൾ തോന്നിക്കോള മംഗലം കഴിഞ്ഞിട്ട് കുറച്ചു കാലമായി, ഇവിടെ പിടിക്കുമ്പോൾ തോന്നിക്കോള അടുത്ത മംഗലം കഴിഞ്ഞാന്ന്. ഇപ്പൊ അവർക്ക് ശരി തന്നെയാണ് എന്ന് വിചാരിച്ചിട്ട് ചില ഓളിങ്ങനെ പിടിക്കാണ്ട് നിൽക്കുമ്പോൾ നിങ്ങൾ ബേജാറാണ്ട, ഓക്ക് വിഷമമൊന്നും ഉണ്ടായിട്ടായിരിക്കില്ല. നിങ്ങൾ കുളിക്കാത്തതുകൊണ്ട് കുളിക്കാതിരിക്കും. അത് ഡെയിലി ഒന്ന് കുളിച്ചാൽ മതി, കുടിച്ചോളൂ. അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. എന്തിനാ ഇപ്പൊ ആമീൻ പറഞ്ഞു? കുളിക്കാനാന്നോ അല്ല പിടിക്കാനാന്നോ? അടച്ചോനെ, ആമീന്റെ ടോണ് കേൾക്കുമ്പോൾ ദ്വാന്റെ ടോണ് കേട്ട് ആമീൻ പറയല്ലേ? പടച്ചോ ഹൈറാക്കി തട്ടെ നമ്മളെല്ലാവരും കുടുംബജീവിതം. ആമീൻ പറഞ്ഞു, അതിന് പറഞ്ഞോ? പടച്ചോൻ ബർക്കത്ത് ചെയ്യട്ടെ. അപ്പൊ ഏതായാലും പെണ്ണുങ്ങൾക്ക് ഭർത്താക്കന്മാരെ സ്നേഹം കിട്ടാൻ ഒന്ന് അങ്ങോട്ടും പറഞ്ഞു കൊടുക്കണ്ടേ? അത് പറഞ്ഞു കൊടുക്കുക. പെണ്ണുങ്ങളെ നിങ്ങളോട് അല്ലാഹു റസൂൽ പറയുന്നത്, ഭർത്താക്കന്മാരെ സ്നേഹം നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ എന്ത് വേണമെന്നറിയാം? നിങ്ങൾ ഭർത്താവിന്റെ കണ്ണിനെ വഞ്ചിക്കുന്ന രൂപത്തിൽ വസ്ത്രം ധരിക്കണം. എവിടെ നിന്ന് ധരിക്കണം എന്നുള്ളതും കൂടി അതിന്റെ കൂടെ പോയല്ല റസൂൽ പറയാം. ഭർത്താക്കന്മാരുടെ കണ്ണുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന വിധത്തിൽ നിങ്ങൾ വസ്ത്രം ധരിക്കണം. എവിടെ നിന്ന് ധരിക്കണം? നിങ്ങളുടെ വീട്ടിന്റെ അകത്ത് ധരിക്കണം. ഭർത്താവുമായി കഴിയുന്ന വീടിന്റെ ബെഡ്റൂമിനകത്ത് ധരിക്കണം. ഭർത്താവ് കാണുന്ന ഒരു സ്ഥലമുണ്ട് വീട്ടിന്റെ ഉള്ളിലും ആ ബെഡ്റൂമിലൊക്കെ. അവിടെ നിങ്ങൾ അടിപൊളി ഡ്രസ്സ്, പാന്റ്, ജീൻസ് പാന്റ്, ടീഷർട്ട്, കേപ്പെല്ലാം ഇട്ടിട്ട് പൊയ്ക്കോ. കുലിക്ക് തക്കത്ത പൊയ്ക്കോ. ഓ നിങ്ങളെ കാണട്ടെ, സന്തോഷാകട്ടെ, എന്നിട്ട് നിങ്ങളിലേക്ക് ആകർഷിച്ച് വരട്ടെ. നമ്മളെ പെണ്ണുങ്ങൾ ഇപ്പോഴത്തെ കഥ എന്നാ? റോട്ടും മറ്റേ നടക്കാൻ വേണ്ടി പർദ്ദയും പർദ്ദന്റെ മേലെ മറ്റേ മാലയും കെട്ടിയിട്ട് മറ്റോന്റെ പരസ്യം പോലല്ലേ വിശ്വസ്ത സ്ഥാപനം. ഭർത്താവിന്റെ മുന്നിലോ കീറിയ മാച്ച് ചെയ്ത് കരിയും പിടിച്ചിട്ട് ഇങ്ങനെ വരും, പ്രേതം വരും പോലെ. അന്നേരം ചില ആള് പറയും, ഇതെന്നാ മുനിസിപ്പാലിറ്റിയെ വേറെ നോക്കാലാന്നല്ലേ. അതുകൊണ്ട് അല്ലാഹു റസൂൽ പറഞ്ഞു, നല്ല വസ്ത്രം നിങ്ങളുടെ ഭർത്താവിന്റെ മുന്നിലിട്ട് ധരിക്കണം. എന്നിട്ട് ഭർത്താവിന്റെ കണ്ണുകളെ നിങ്ങളിലേക്ക് ആകർഷിക്കുന്ന രൂപത്തിൽ നിങ്ങൾ വസ്ത്രം ധരിച്ചിടുന്നോളൂ. ഭയങ്കര സ്നേഹം ഉണ്ടാവും. ചില ആൾ നാളെ കട തുറക്കാൻ കാത്തിരിക്കും, ജീൻസ് വേണ്ടി വാങ്ങി കൊടുക്കുക. അത് പെണ്ണുങ്ങൾ തന്നെ വാങ്ങിക്കോളൂ കേട്ടാ. ഇപ്പൊ പെണ്ണുങ്ങളാണ് ഷോപ്പിൽ പോയിട്ട് ഡ്രസ്സ് വാങ്ങുന്നത്, ആണുങ്ങൾ ഒരേ കുത്തിയിരിക്കുന്നത്. പടച്ച റബ്ബ് കാത്ത് രക്ഷപ്പെടുത്തട്ടെ. പെരുന്നാളല്ലായ ചില പെണ്ണുങ്ങൾ ഷോപ്പ് കംപ്ലീറ്റ് കറുത്ത സാധനം, കറുത്ത പെണ്ണുങ്ങളുടെ ഷോപ്പിൽ മൊത്തം ആണുങ്ങൾ പുരയിലിരിക്കുക, പെണ്ണുങ്ങൾ ഡ്രസ്സ് വാങ്ങി കൊണ്ടു കൊടുക്കുക. ഓരോരോ പുയ്യാപ്പളിന പെണ്ണുങ്ങൾ പാൻറ് ഇടിപ്പിച്ച കഥ ഉണ്ട്. ഓൻ ജീവിതത്തിൽ ഇട്ടിട്ടുണ്ടാവില്ല. ഓള് പറയും ഇങ്ങ് ഇട്ടേ തീരൂ, എന്നിട്ട് പാൻറ് ഇട്ടിട്ട് ഓൻ പെരുന്നാൾ നിസ്കരിക്കുക പള്ളിയിലൊരിങ്ങനെ. ഓനിക്ക് നടക്കാൻ കഴിയില്ല, ജീവിതത്തിൽ ഇട്ടില്ല സാധനം. അങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ വന്നിട്ട് സുജൂദ് പോകുമ്പോ ബേക്കൽ കോട്ട വേണം. ബേക്കൽ ഓള് കോലം കെട്ടിക്കുന്നതാ. ഈ എന്തെല്ലാം കുതിർത്ത് ഷോപ്പിൽ പോയിട്ട് ഓരോ ഡ്രസ്സ് എടുത്തിടുക, എന്നിട്ട് വാട്സപ്പിൽ ഫോട്ടോ എടുത്തിട്ട് പുരയിലേക്ക് അയച്ചു കൊടുക്കുക. നല്ലതെങ്കിൽ ഓൾ റിപ്പോർട്ട് കൊടുക്കും, ഓക്കെ എന്നാലും ഇത് അയച്ചു വാങ്ങും. ഇല്ലെങ്കിൽ പിന്നെ അടുത്തതാ ഒരു ഷോപ്പിൽ മൊത്തം ഡ്രസ്സ് ഇപ്പോൾ ഇട്ട് നോക്കും. എന്നിട്ട് അടുത്ത ആൾ വരുമ്പോൾ ഇവളെ വേർപ്പ് നടന്നതാ മറ്റോ വാങ്ങിച്ചെടുക്കണ്ട്. ഒരു ഷോപ്പ് കയറിട്ട് വാട്സപ്പ് ഫോട്ടോ വെച്ചിട്ട് പുരയിലേക്ക് അയച്ചു കൊടുക്കാം. എന്നിട്ട് അത് നല്ലതെങ്കിൽ ഇപ്പോൾ എടുക്കും, ഇല്ലെങ്കിൽ അവിടെ ഉരി വെക്കും. അവനവൻ നമ്മളെ ഭാര്യമാർ ധരിക്കേണ്ടത് നമ്മൾ തീരുമാനിക്കണം, നമ്മൾ എടുത്തു കൊടുക്കണോ? ആ വസ്ത്രം നമ്മൾ കൊണ്ടുകൊടുക്കണം. ആ പർദ്ദയിലില്ലേ അലാക്കിന്റെ പർദ്ദ, ഞാൻ എപ്പം പറയുന്നൊരു പർദ്ദ ഉണ്ട്, ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് പോകുന്നൊരു പർദ്ദ ഇല്ല, ഇങ്ങനെ കണ്ടാപ്പോ തോന്നുന്നു ടിപ്പർ ലോറി പോകുന്നുണ്ട്. ഇവിടെ അല്ല കേട്ടോ, ഇവിടെ അല്ല, ഈ ഭാഗത്തേ അല്ല, ആണെങ്കിലും അല്ല, അങ്ങനെ പറയാം.